السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد صلى الله عليه وسلم وآله وصحبه أجمعين. أما بعد فاتقوا الله عباد الله. ഉസീക്കും ഇയ്യായ അവ്വലം ബിത്തഖ്വല്ലാഹ്. സ്നേഹാദരണീയരായ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ആദ്യമായി അല്പം വൈകിയതിൽ നമ്മളോട് ക്ഷമ ചോദിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇരുത്തം ദീനിന്റെ വിഷയങ്ങൾ പഠിക്കാനുള്ള താല്പര്യം നിലനിർത്തുകയും അത് അമലാക്കുകയും നാളെ നന്മയുടെ തുലാസിൽ കനം തോന്നുന്ന കാര്യങ്ങളായി അള്ളാഹു പരിവർത്തിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമാ. സഹോദരങ്ങളെ, ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഈ ദുനിയാവിൽ അവൻ ഏറ്റവും വിലപിടിപ്പുള്ള സമ്പാദ്യം, ഏറ്റവും അമൂല്യമായ നിധി, അവന്റെ ഇഹലോക വിജയവും പരലോക വിജയവും കുടികൊള്ളുന്ന കാര്യം അതവന്റെ ഈമാൻ എന്നുള്ളതാണ്. ഒരാളുടെ ശരിയായ ഈമാനിന്റെ അടിസ്ഥാനത്തിലാണ് ദുനിയാവിലും ആഖിറത്തിലും ലഭിക്കാനിരിക്കുന്ന സകല നന്മകളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അനുകൂലമാക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വന്തത്തോട് ഗുണകാംക്ഷയുള്ള ഒരു മുഅ്മിൻ, അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈമാൻ നഷ്ടപ്പെടുക, ഈമാൻ കുറഞ്ഞു പോകുക, ഈമാനിന് ബലക്ഷയം സംഭവിക്കുക എന്നത് സഹിക്കാൻ പറ്റാത്ത കാര്യമായിരിക്കും. ഒരു മുഅ്മിൻ, ഒരു യഥാർത്ഥ മുസ്ലിം അവന്റെ നിത്യജീവിതത്തിൽ സ്വയം വിചാരണ ചെയ്തുകൊണ്ടിരിക്കും. എന്താണ് ഇപ്പോൾ എന്റെ ഈമാനിന്റെ അവസ്ഥ? അത് ഈമാൻ ശക്തിയിലാണോ, ബലത്തിലാണോ, വളർച്ചയിലാണോ? അതല്ല, എന്റെ ഈമാൻ അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ? അതിന് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടോ? അതിന് കുറവുണ്ടായിട്ടുണ്ടോ? എന്നിങ്ങനെ നിത്യജീവിതത്തിൽ ഒരു മുഅ്മിൻ വിചാരണ ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്കറിയാം, അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസം തന്നെ ഈമാനിന് ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുമെന്നതാണ്. അഹ്ലുസുന്ന വൽ ജമാഅ ഈമാനിന്റെ നിർവചനമായി പഠിപ്പിക്കുന്നത് എന്താണ് നമുക്കറിയാം, പല ആവർത്തി നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇഅ്തിഖാദുൻ ബിൽ ഖൽബ് വഖൗലുൻ ബിൽ ലിസാൻ വഅമലുൻ ബിൽ ജവാരിഹ് യസീദു ബിത്ത്വാഅ വയൻഖുസു ബിൽ മഅസിയ. ഒരേ സമയം മനസ്സിലുള്ള അടിയുറച്ച വിശ്വാസവും നാക്കുകൊണ്ടുള്ള പ്രഖ്യാപനവും അവയവങ്ങളിലൂടെയുള്ള പ്രവർത്തനവുമാണ് ഈമാൻ. വെറും മനസ്സിലുള്ള വിശ്വാസം മാത്രമല്ല ഈമാൻ, അതല്ലെങ്കിൽ നാവ് കൊണ്ടുള്ള അവകാശവാദങ്ങൾ മാത്രമല്ല ഈമാൻ. മനസ്സിലുള്ള ഈമാൻ നാവിലൂടെ പ്രഖ്യാപിക്കുകയും അതവനെ അമലുകളിലൂടെ പരിവർത്തിപ്പിക്കുകയുമാണ്. ഇതാണ് ശരിയായ ഈമാൻ. അതെപ്പോഴാണ് വർദ്ധിക്കുക? യസീദു ബിത്ത്വാഅ വയൻഖുസു ബിൽ മഅസിയ. അല്ലാഹുവിനെ അനുസരിക്കുന്നതിലൂടെ, അവനെ വഴിപ്പെടുന്നതിലൂടെ ഈമാൻ വർദ്ധിക്കും. അല്ലാഹുവിനെ ധിക്കരിക്കുന്ന തിന്മകൾ, പാപങ്ങൾ, മഅസിയത്തുകൾ ചെയ്യുന്നതിലൂടെ ഈമാനിന് കുറവ് സംഭവിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ഹാക്കിം അവിടുത്തെ മുസ്തദറക്കിലും ത്വബറാനി മുഅ്ജമുൽ കബീറിലും ഉദ്ധരിച്ചിട്ടുള്ള ശൈഖ് അൽബാനി റഹിമഹുല്ലാഹ് സ്വഹീഹ് എന്ന് വിലയിരുത്തിയ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു നമ്മെ കേൾപ്പിക്കുന്നു. ഇന്നൽ ഈമാന ലയഖ്ലഖു ഫീ ജൗഫി അഹദികും കമാ യഖ്ലഖു സൗബ്. നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഈമാൻ, നിങ്ങളുടെ അകത്തളങ്ങളിൽ അല്ലാഹു സന്നിവേശിപ്പിച്ചിരിക്കുന്ന ഈമാൻ വസ്ത്രം നുരുമ്പിക്കുന്നത് പോലെ, ദ്രവിക്കുന്നത് പോലെ ദ്രവിച്ചു പോകും, നുരുമ്പിപ്പോകും. ഫസ്അലുല്ലാഹ അൻ യുജദ്ദിദൽ ഈമാന ഫീ ഖുലൂബികും. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ള ഈമാൻ നവീകരിക്കാൻ, അതിന് പുത്തനുണർവുണ്ടാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സദാ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ ഈമാൻ അത് കൂടും കുറയും, അതിനേറ്റക്കുറച്ചിലുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറഞ്ഞതുപോലെ വസ്ത്രം നുരുമ്പിക്കുന്നത് പോലെ, വസ്ത്രം ഉപയോഗിക്കുന്നതോടെ എന്തോ പഴകിപ്പോകും, നുരുമ്പിക്കും, ദ്രവിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കാലാകാലം നമ്മൾ മരിക്കുന്നത് വരെ അതേ വസ്ത്രം തന്നെ ഉപയോഗിക്കുമോ? പുതിയ വസ്ത്രമാണ്, ആ വസ്ത്രം മാറ്റേണ്ടി വരും, വസ്ത്രത്തിൽ നവീകരണം നടത്തേണ്ടി വരും. ഇതുപോലെയാണ് ഈമാൻ. അത്
പഴകുന്തോറും ദ്രവിക്കും, അതിന് ബലക്ഷയം സംഭവിക്കും, ദുരുമ്പിപ്പോകും. അതുകൊണ്ട് ഈമാനിനെ പുതുക്കാൻ, ഈമാനിന് നവീകരണം ഉണ്ടാക്കാൻ, വസ്ത്രം പുതിയത് വാങ്ങുന്ന പോലെ പുതിയൊരു ഈമാൻ നമുക്ക് ലഭിക്കുമോ? ഇല്ല. അള്ളാഹുവിന്റെ തൗഫീഖ് നമുക്ക് അനുകൂലമാകണം. അള്ളാഹുവിനോട് സദാ ചോദിച്ചുകൊണ്ടിരിക്കണം. ഒരുപാട് ചോദ്യങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ ദുആകളായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് അറിയാവുന്ന ദുആണ് യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അള്ളാഹുവെ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണമേ. അല്ലാഹുമ്മഹ്ദിനി വസദ്ദിദ്നി, അള്ളാഹു എന്നെ ഹിദായത്തിലാക്കണമേ, എന്നെ നേർവഴിയിലാക്കണമേ. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ദുആകളിൽപ്പെട്ടതാണ് അള്ളാഹു എന്റെ നഫ്സിന് നീ തഖ്വ നൽകണമേ, നീയാണ് അതിനെ സംസ്കരിക്കുന്നവൻ, സംസ്കരിക്കുന്നവരിൽ ഏറ്റവും മനോഹരമായി സംസ്കരിക്കുന്നവൻ നീയാണ് അതിന്റെ രക്ഷാധികാരി, നീയല്ലാതെ അർഹനായി മറ്റാരുമില്ല. ഇങ്ങനെ നമ്മുടെ നഫ്സിനെ പുതുക്കാൻ, നമ്മുടെ ഈമാനിനെയും തഖ്വയെയും നമ്മുടെ ദീനിനെയും സ്ഥൈര്യത്തോടെ ഉറപ്പിച്ചു നിർത്താൻ സദാ അള്ളാഹുവിനോട് ചോദിക്കാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. അത്തരത്തിൽ ഈമാനിൽ തഖ്വയിൽ സദാത്തുള്ളവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും അവൻ മരിക്കുന്ന സമയത്തും നാളെ ആഖിറത്തിലും സബാത്ത് നൽകും, സ്ഥിരത നൽകും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്തിന്റെ വാക്യം കൊണ്ട് അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പിച്ചു നിർത്തും. അല്ലാഹു പറഞ്ഞു യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. ഈമാനുള്ളവർക്ക്, ഈമാൻ പ്രഖ്യാപിച്ചവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സുസ്ഥിരമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്തിന്റെ വാക്യം കൊണ്ട് ദുനിയാവിലും നാളെ ആഖിറത്തിലും സ്ഥിരത നൽകും. അല്ലാഹു പറഞ്ഞു വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. നമ്മുടെ മാർഗത്തിൽ ത്യാഗശ്രമത്തിൽ ഏർപ്പെടുന്നവർ, ഈമാനിനെ നന്നാക്കാൻ, ഈമാനിനെ പുതുക്കാൻ, ഈമാനനുസരിച്ച് പ്രവർത്തിക്കാൻ, ഈമാനിന്റെ താല്പര്യങ്ങൾക്കൊത്ത് അള്ളാഹുവിനെ അമൽ ചെയ്യാൻ മെനക്കെടുന്നവരാരാണോ ലനഹ്ദിയന്നഹും സുബുലനാ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു നമ്മുടെ മാർഗം അവർക്ക് നാം കാണിച്ചു കൊടുക്കും. വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ, അങ്ങനെയുള്ള സുഹൃദം ചെയ്യുന്നവരുടെ കൂട്ടത്തിലാണ്, അവരോടൊപ്പമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സഹായമുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് തലങ്ങും വിലങ്ങും മുസ്ലിമീങ്ങളെയും അതുപോലെ തന്നെ ഇസ്ലാമിനെയും അവരുടെ ദീനിനെയും ബാധിക്കുന്ന ഫിത്നകൾ ശഹവത്തിന്റെ ഫിത്നകളായും ശുബഹത്തിന്റെ ഫിത്നകളായും രംഗപ്രവേശം ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ, വിശിഷ്യ ഈ സമകാലിക സാഹചര്യത്തിൽ നമ്മുടെ ഈമാൻ ദുർബലമായി പോകുന്നതും ഈമാൻ ക്ഷയിച്ചു പോകുന്നതും നമ്മൾ അതിയായി ഭയപ്പെടണം. ഈമാനിനെ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന എന്തൊക്കെ കാരണങ്ങളുണ്ടോ അത് അന്വേഷിച്ച് നമ്മൾ കണ്ടെത്തണം, അത് തിരിച്ചറിയണം. അതിലൂടെ മരണം വരെ മുന്നേറാൻ അള്ളാഹുവിനോട് സദാ ചോദിച്ചുകൊണ്ടിരിക്കണം. സഹോദരങ്ങളെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദുനിയാവിൽ നമുക്ക് സമ്പാദിക്കാൻ സാധിക്കുന്ന ഏറ്റവും വിലമതിക്കാനാവാത്ത സ്വത്ത് എന്താണ്? നമ്മുടെ ഈമാനാണ്. നമ്മുടെ ഈമാനാണ്. ഈമാനിനേക്കാൾ വിലപിടിച്ച ഒരു സ്വത്ത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഉലമാക്കൾ പറയുന്നു വമൻ ഇഫ്തഖദഹു ഇഫ്തഖദൽ ഹയാത്ത് അൽ ഹഖീഖിയ്യ. ആർക്കെങ്കിലും ഈമാൻ കൈമോശം വന്നാൽ അവന്റെ യഥാർത്ഥ ജീവിതമാണ് അവന് കൈമോശം വരുന്നത്. ഫഇന്നഹു ലാ ഹയാത ഹഖീഖതൻ ലിൽ ഇൻസാനി ബിലാ ഈമാൻ. ഈമാൻ ഇല്ലാതെ ഒരു മനുഷ്യന് യഥാർത്ഥ ജീവിതം നയിക്കാൻ സാധിക്കുകയില്ല. വഅമ്മാ മുജറദുൽ മശി അലൽ അഖ്ദാം വൽ അഖ്ദു ബിൽ ഐദി വത്തകല്ലുമു ബിൽ അൽസുൻ ദൂനൽ ഈമാൻ ബില്ലാഹി സുബ്ഹാനഹു വ തആല ഫഹാദിഹി ഹയാത്തുൻ ബഹീമിയത്തുൻ. ഈമാൻ ഇല്ലാതെ കാലുകൊണ്ട് നടക്കുന്നു, കൈകൊണ്ട് പിടിക്കുന്നു, നാവ് കൊണ്ട് സംസാരിക്കുന്നു, ഈമാനില്ല. അതേത് ജീവിതം പോലെയാണ്? മൃഗതുല്യമായ ജീവിതം പോലെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈമാൻ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ വാക്കുകൾ അർത്ഥവത്താകുന്നത്, നമ്മുടെ വാക്കുകൾക്ക് ജീവനുണ്ടാകുന്നത്, നമ്മുടെ പ്രവർത്തനങ്ങൾ ജീവസുണ്ടാകുന്നത്. നമ്മുടെ നടത്തം, നമ്മുടെ ഇരുത്തം, നമ്മുടെ കൂടിക്കാഴ്ച, നമ്മുടെ കണ്ടുമുട്ടൽ, എല്ലാം നമ്മുടെ മനസ്സിലുള്ള മനോവ്യാപാരങ്ങൾ എല്ലാറ്റിനും അർത്ഥവും ചൈതന്യവും അതുപോലെ തന്നെ നന്മയും സുഹൃതവും നിലനിൽക്കുന്നത് ഈമാനുള്ളത് കൊണ്ടാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിക്കുന്ന വലിയ സൗഭാഗ്യമാണത്. അതില്ലാത്ത ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുശ്രിക്കിനെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിന്റെ അടിമത്വത്തിൽ നിന്ന് പുറത്തു ചാടിയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം, അവന്റെ നടത്തം, അവന്റെ ഇരുത്തം, അവന്റെ അധ്വാനം മൃഗതുല്യമായിരിക്കും. ഇവിടെ വെറുതെ നടക്കാനും ഇരിക്കാനും സുഖിക്കാനും ഭക്ഷിക്കാനും സന്തോഷോൽപാദനം നടത്താനുമാണെങ്കിൽ ആ വിഷയത്തിൽ മൃഗങ്ങൾ നമ്മോടൊപ്പം പങ്കുചേരുന്നുണ്ട്. എന്നാൽ ഒരു മനുഷ്യന്റെ ജീവിതം യഥാർത്ഥ ജീവിതമായി തീരുന്നത് എപ്പോഴാണ്? ആ ജീവിതം ഈമാനോടുകൂടി നയിക്കപ്പെടുമ്പോഴാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ അനുസരിക്കുന്നതിലൂടെയല്ലാതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ സമ്പൂർണ്ണമായി ഇത്തിബാഅ് ചെയ്യുന്നതിലൂടെയല്ലാതെ നമുക്കത് സാധ്യമാകുകയില്ല.
യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂൽ വഇദാ ദഅാകും ലിമാ യുഹീകും. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനും റസൂലിനും ഉത്തരം ചെയ്യണം. ദീനിന്റെ അധ്യാപനങ്ങൾക്ക് നിങ്ങൾ ഉത്തരം ചെയ്യണം. നിങ്ങൾക്ക് ജീവൻ നൽകുന്ന, നിങ്ങളുടെ ഈമാനിന് പുത്തനുണർവേകുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ ക്ഷണിച്ചാൽ നിങ്ങൾ അതിന് ഉത്തരം ചെയ്യണം. അതുകൊണ്ട് സഹോദരങ്ങളെ, സലഫു സ്വാലിഹുകൾ, ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഈമാൻ, അതിന് നമ്മൾ എത്രമാത്രം ജീവിതത്തിൽ പരിഗണന കൊടുക്കണം എന്നതിനെ സൂചിപ്പിക്കാനും ഇൻഷാ അല്ലാഹ് സമയം അനുവദിക്കുകയാണെങ്കിൽ നമ്മുടെ ഈമാൻ വർദ്ധിക്കാനുള്ള ചില കാരണങ്ങളിലേക്കുമാണ് എന്റെ സംസാരം കൊണ്ട് നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. എന്തുകൊണ്ടാണ് നമ്മുടെ സലഫു സ്വാലിഹുകൾ അവർ ഉത്തമ തലമുറക്കാരായത്, ഉത്തമ സമൂഹമായത്? എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കുൻതും ഖൈറ ഉമ്മ, നിങ്ങൾ ഏറ്റവും ഉത്തമ സമൂഹമാണെന്ന് അവരെ വിശേഷിപ്പിച്ചത്? എന്തുകൊണ്ടാണ് റളിയല്ലാഹു അൻഹും വറദു അൻ, അല്ലാഹു തൃപ്തിപ്പെട്ടവർ, അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടവരെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് വിശേഷിപ്പിച്ചത്? സഹോദരങ്ങളെ, അവർക്ക് ജീവിതത്തിൽ എന്തിനേക്കാളും പ്രാധാന്യം അവരുടെ ഈമാനിനോടായിരുന്നു. അവർ എന്തിനേക്കാളും ഗൗരവത്തിൽ പരിഗണിച്ചിരുന്നത് അവരുടെ ഈമാനിന്റെ കാര്യങ്ങളാണ്. ചില ആധാറുകൾ നമുക്ക് കേൾക്കാം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്റെ സുഹൃത്തുക്കളോട് പറയാറുണ്ടായിരുന്നു വെറുതെ ഇരിക്കുമ്പോൾ, ഹലുമ്മു നസ്ദദ് ഈമാന വഫീ ലഫ്ളിൻ ഖും ബിനാ നസ്ദാദു ഈമാന, വരൂ സഹോദരങ്ങളെ, നമുക്കല്പം ഈമാൻ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെടാം. ഇരിക്കൂ, എഴുന്നേൽക്കൂ, നമുക്കല്പം ഈമാൻ വർദ്ധിക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെടാം. അതായത് ഇതിനെ വിശദീകരിക്കവേ പണ്ഡിതന്മാർ പറയുന്നു, അതിന്റെ ഉദ്ദേശം നജ്ലിസു വനദ്കുറുല്ലാഹ തബാറക വതആല വനദ്കുറുൽ ജന്ന വനദ്കുറുൻ നാർ വനദ്കുറു വഈദല്ലാഹി വവഅദഹു വനദ്കുറു റജാഅഹു വഖൗഫഹു വനദ്കുറു ദാലിക കുല്ലഹു ഹത്താ യസീദ ഈമാനുനാ വയഖ്ലി. അതെ, നമുക്കിരിക്കാം, അല്ലാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് സംസാരിക്കാം, സ്വർഗ്ഗത്തെക്കുറിച്ച് ഓർക്കാം, നരകത്തെക്കുറിച്ച് ഓർമ്മിക്കാം, അല്ലാഹുവിന്റെ വാഗ്ദാനങ്ങളും അവന്റെ താക്കീതുകളും സ്മരിക്കാം, അല്ലാഹുവിന്റെ പ്രതീക്ഷ വർദ്ധിപ്പിക്കാം, അവനിലുള്ള പേടിയെ ഊട്ടിയുറപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ കാര്യങ്ങൾ ഇങ്ങനെ ഓർക്കുക വഴി നമ്മുടെ ഈമാൻ വർദ്ധിക്കുകയും ഈമാൻ ശക്തിപ്പെടുകയും ചെയ്യും എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു. സമാന ആശയത്തിലുള്ള വാചകങ്ങൾ ഒരുപാട് സഹാബികളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, സുഹൃത്തുക്കളോടായി പറഞ്ഞു, ഇജ്ലിസൂ ബിനാ നസ്ദദ് ഈമാന, വരൂ, ഞങ്ങളോടൊപ്പം ഇരിക്കൂ, നമുക്ക് ഒരുമിച്ചിരുന്ന് ഈമാൻ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെടാം. അദ്ദേഹം ദുആ ചെയ്യാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ സിദ്നി ഈമാനൻ വയഖീനൻ വഫിഖഹ, അല്ലാഹു എനിക്ക് ഈമാനും അതുപോലെ തന്നെ ഈമാനിലുള്ള യഖീനും ദീനിലുള്ള ഫിഖ്ഹും അവഗാഹവും നീ വർദ്ധിപ്പിച്ചു തരണമെന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, ഇജ്ലിസൂ ബിനാ നുഅ്മിനു സാഅ, നമ്മോടൊപ്പം ഇരിക്കൂ, കുറച്ചു സമയം നമുക്ക് ഈമാൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെടാം. അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ഒരു കൂട്ടം യുവാക്കളുടെ അടുത്തുപോയി അവരുടെ തലവന്റെ, അവരുടെ കൂട്ടത്തിലെ അവരെ നയിക്കുന്ന ആളുടെ കൈക്ക് പിടിച്ചു വലിച്ചു പറയാറുണ്ടായിരുന്നു, തആലൂ നുഅ്മിനു സാഅ, നേരത്തെ പറഞ്ഞ പോലെ കുറച്ചു നേരം ഇരിക്കൂ, വരൂ, നമുക്ക് ഈമാൻ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെടാം. തആലൂ ഫനദ്കുറുല്ലാഹ് ഫനസ്ദദ് ഈമാനൻ ബിതഅതിഹി ലഅല്ലഹു യുദക്കിറുനാ ബിമഗ്ഫിറതി, വരൂ, നമുക്ക് അല്ലാഹുവിനെ കുറിച്ച് ദിക്ർ ചെയ്യാം, അങ്ങനെ ഈമാൻ വർദ്ധിപ്പിക്കാം, അല്ലാഹുവിനെ വഴിപ്പെടുന്ന കാര്യങ്ങളിൽ ഏർപ്പെടാം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഗ്ഫിറത്തിനെ പറ്റി ഓർക്കാം. ഇങ്ങനെ സ്വഹാബികൾ അവരുടെ വെറുതെയുള്ള ഇരുത്തത്തിൽ, നടത്തത്തിൽ, അവരുടെ കൂടി കാഴ്ചകളിൽ, അതുപോലെ തന്നെ യാത്ര പുറപ്പെടുന്നതിന് തൊട്ടു മുമ്പ് ഈമാൻ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളെ പറ്റിയുള്ള ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. വെറുതെ ഇരിക്കുമ്പോൾ വരെ അവരുടെ സംസാരം ഈമാനിനെ പറ്റിയായിരുന്നു, അള്ളാഹുവിനെ പറ്റിയായിരുന്നു, അള്ളാഹുവിന്റെ ദീനിനെ പറ്റിയായിരുന്നു. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാറുണ്ടായിരുന്നു, മിൻ ഫിഖ്ഹിൽ അബ്ദി അൻ യഅലമ അമുസ്ദാദുൻ ഹുവ ഔ മുൻതഖിസുൻ വമിൻ ഫിഖ്ഹിൽ അബ്ദി അൻ യഅലമ നുസ്ഗാതി ശൈത്താൻ അന്നാ തഅതി. ഒരു അടിമയുടെ, ഒരു യഥാർത്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്യുന്ന ഒരു അടിമയുടെ ഫിഖ്ഹിൽപ്പെട്ടതാണ്, ഒരു സാധാരണക്കാരൻ ഉണ്ടാകേണ്ട, ശരിയായ ഈമാനുള്ള ഒരു സാധാരണക്കാരൻ ഉണ്ടാകേണ്ട ഫിഖ്ഹിൽപ്പെട്ടതാണ്, വിവരത്തിൽപ്പെട്ടതാണ്. അവന്റെ ഈമാൻ ഇപ്പോൾ കുറഞ്ഞ അവസ്ഥയിലാണോ അതോ കൂടിയ അവസ്ഥയിലാണോ, എന്റെ ഈമാൻ ഇപ്പോൾ നല്ല അവസ്ഥയിലാണോ അതല്ല ഈമാൻ പറ്റേ മോശമായിട്ടുണ്ട് എന്ന തിരിച്ചറിവ്, സ്വയം തിരിച്ചറിവുണ്ടാകുക എന്നുള്ളത് ഒരു സാധാരണക്കാരന്റെ ഫിഖ്ഹിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ ശൈത്താനിന്റെ കുതന്ത്രങ്ങൾ എന്നെ പിടികൂടാനായിട്ടുണ്ട്, ഇതാ ശൈത്താന്റെ ഫിത്നക്ക് ഞാൻ വശംവദനായിട്ടുണ്ട് എന്ന തിരിച്ചറിവ് സ്വയം ഉണ്ടാകുക എന്നുള്ളത് ഒരു സാധാരണ
സത്യസന്ധനായിട്ടുള്ള ഒരു സാധാരണ മുസ്ലിമിന്റെ നിലവാരമാണെന്ന് അബൂ ദർദാ റളിയല്ലാഹു അൻഹു നമ്മോട് ഉണർത്തുന്നു. എന്നാൽ നമ്മളിൽ പലർക്കും നമ്മുടെ ഈമാൻ കുറയുന്നത് അറിയുന്നില്ല. എന്റെ ഈമാൻ ഇപ്പോഴും മുന്തിയ അവസ്ഥയിൽ തന്നെയെന്നാണ് നമ്മുടെ വ്യാമോഹം. ഈമാൻ കുറഞ്ഞു പോകുന്നത് വരെ നമ്മളിൽ പലർക്കും തിരിച്ചറിവുണ്ടാകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമുക്ക് രക്ഷ നൽകുന്നവൻ, അവനാണ് നമ്മെ സഹായിക്കുന്നവൻ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈമാൻ ശരിയായി നിലനിൽക്കാനുള്ള തൗഫീഖ് അവൻ അനുകൂലമാക്കുമാറാകട്ടെ. മഹാനായ ഉമൈർ ഇബ്നു ഹബീബ് അൽ ഖത്മി റളിയല്ലാഹു അൻഹു സഹാബികളിൽപ്പെട്ട പ്രമുഖനാണ്. അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിച്ചു, ഈമാൻ കുറയുകയും കൂടുകയും ചെയ്യുമോ? ഈമാനിന് ഏറ്റക്കുറച്ചിലുണ്ടാകുമോ? അദ്ദേഹം പറഞ്ഞു, അതെ, സംഭവിക്കും. എന്നാൽ എന്താണ് ഈമാനിന്റെ കുറവും എന്താണ് ഈമാനിന്റെ വർധനവും? എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഇദാ ദക്കറന അല്ലാഹ അസ്സ വജല്ല വഹമിദ്നാഹു വസബ്ബഹ്നാഹു ഫദാലിക സിയാദതുഹു വഇദാ ഗഫൽനാ വദയ്യഅനാ വനസീനാ ഫദാലിക നുഖ്സാനു. നാം അല്ലാഹുവിനെ സ്മരിച്ചാൽ, അല്ലാഹുവിനെ ദിക്ർ ചെയ്താൽ, അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ, സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ, അർത്ഥമറിഞ്ഞ് ദിക്ർ ഉരുവിട്ടാൽ, അതാണ് ഈമാനിന്റെ വർധനവ്. അതാണ് ഈമാനിന്റെ വർധനവ്. നമുക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ എന്നിങ്ങനെ അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ നമ്മുടെ മനസ്സിൽ നിന്ന് വെമ്പലുണ്ടാകുന്നുവോ, ഇത് ഈമാനിന്റെ വർധനവാണ്. എന്നാൽ ആ കാര്യങ്ങളിൽ നിന്നെല്ലാം നാം അശ്രദ്ധയിലാകുന്നു. അള്ളാഹുവിനെ സ്മരിക്കുന്ന സദസ്സുകളിൽ നിന്ന്, ദീനി സദസ്സുകളിൽ നിന്ന്, ഖുർആൻ പാരായണത്തിൽ നിന്ന്, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ നിന്ന് നാം അശ്രദ്ധയിലാകുന്നു, അല്ലെങ്കിൽ മനഃപൂർവ്വം വീഴ്ച വരുന്നു, അല്ലെങ്കിൽ മറന്നുപോകുന്നു സന്ദർഭവശാൽ. ഫദാലിക നുഖ്സാൻ. അതാണ് ഈമാനിന്റെ കുറവ്. അവിടെയാണ് ഈമാനിന്റെ കുറവ് സംഭവിക്കുന്നത്. മഹാനായ അൽഖമത്ത് ഇബ്നു ഖൈസ് അൻ-നഖഈ റഹിമഹുല്ലാഹ് താബിഈ വര്യനാണ്. അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ സഹാബികൾ പറയാറുള്ളത് പോലെ അദ്ദേഹത്തിന്റെ അനുയായികളെ വിളിച്ചു പറയും, ഇംഷൂബിന, കുറച്ചുനേരം നമുക്ക് നടക്കാം. നമ്മൾ പറയില്ലേ, നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. അതുപോലെയുള്ള അവരെ പറച്ചിലാണ്, ഇംഷൂബിന നസ്ദദ് ഈമാന, കുറച്ചുനേരം നമുക്ക് നടക്കാം, ഒന്ന് വെയിൽ കായാം, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈമാൻ വർദ്ധിപ്പിക്കാം. സഹോദരങ്ങളെ, ഇതുകൊണ്ടാണ് സലഫു സ്വാലിഹികൾ ഉത്തമരായി മാറിയത്. മറ്റെന്തിനേക്കാളും അവർക്ക് ഈമാൻ വിലപിടിപ്പുള്ളതായിരുന്നു. അതുകൊണ്ട് ഈമാനിന് എന്തെങ്കിലും കോട്ടം സംഭവിക്കുന്ന അവസരം അവര് ആ പഴുത അടച്ചു കളയുമായിരുന്നു, അവർ ആ അവസരം ഇല്ലാതാക്കുമായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ വെറുതെയുള്ള നടത്തങ്ങൾ, ഇരുത്തങ്ങൾ, സംസാരങ്ങൾ, കൂടിക്കാഴ്ചകളെല്ലാം ഈമാനിനെ പറ്റിയായിരുന്നു. അല്ലാത്തപ്പോൾ അവർ അതിൽ തന്നെയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്‌ലിസിൽ ഇരിക്കുമ്പോൾ അവർക്ക് അത് തന്നെയായിരുന്നു പണി. ഇത് അവരുടെ വെറുതെയുള്ള വെറും സമയങ്ങളിലുള്ള സംസാരങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതല്ലാത്ത എത്രയോ ചരിത്രത്തിലെ ഉദാഹരണങ്ങൾ നമുക്ക് എമ്പാടും അറിയാവുന്നതാണ്. എന്നാൽ സഹോദരങ്ങൾ, എന്താണ് നമ്മുടെ അവസ്ഥ? നമുക്കൊന്ന് ഒഴിവ് സമയം കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഓരോരുത്തരും, ഞാൻ എന്നോട്, നിങ്ങളോട് ചോദിക്കുക, നമ്മൾ വെറുതെ ഇരിക്കുന്ന ഇവിടെ വന്നിട്ട് അരമണിക്കൂറിലേറെയായി പലരും, അല്ലെ? 7:30 തുടങ്ങുന്ന ക്ലാസ്. ഈ സമയം ഇപ്പൊ കിട്ടിയ ഒരു അരമണിക്കൂർ, ഈ തൊട്ടു മുമ്പ് സംഭവിച്ചതിലേക്ക് നമുക്ക് മടങ്ങാം. നമ്മൾ എന്തായിരുന്നു നമ്മുടെ ചർച്ചാ വിഷയം? ഇപ്പൊ നാട്ടിലെ ഇലക്ഷനൊക്കെ വരാനിരിക്കും. എന്താണ് നമ്മുടെ മുസ്ലിം മതത്തിന്റെ ഖൗമിന്റെ ചർച്ചാ വിഷയം? കടത്തിണ്ണകളിലും അതുപോലെ തന്നെ വീഡിയോ കോലായികളിലും ഒഴിവ് സമയങ്ങളിൽ, ഇപ്പോൾ ഒഴിവ് സമയം ഒരുപാടാണ് ആളുകൾ. എന്താണ് നമ്മുടെ ചർച്ചാ വിഷയം? എന്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്? പ്രത്യേകിച്ച് നമ്മൾ സലഫികളാണ്. നമ്മൾ എന്തിനെ കുറിച്ചാണ് സംസാരിക്കാറുള്ളത്? നമ്മൾ നമ്മിലേക്ക് തന്നെ ആദ്യം തിരിയുക. സഹോദരങ്ങളെ, സലഫു സ്വാലിഹീങ്ങളുടെ മാതൃകയാണ് നാം കേട്ടത്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു അംർ അൽ ഔസാഇ റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിച്ചു, ഈമാൻ കൂടുമോ, ഈമാൻ വർദ്ധിക്കുമോ? അദ്ദേഹം പറഞ്ഞു, നഅം ഹത്താ യകൂന കൽ ജിബാൽ. അതെ, ഈമാൻ വർദ്ധിക്കും, പർവ്വത ശിഖരങ്ങളോളം വർദ്ധിക്കും, പർവ്വതത്തിന്റെ ഉച്ചിയിലെത്തുവോളം ഉന്നതിയിൽ ഈമാൻ വർദ്ധിക്കും. ഖീല അഫയൻഖുസ്, അപ്പോൾ ഈമാൻ കുറയുമോ? ഖാല നഅം, അദ്ദേഹം പറഞ്ഞു, അതെ, ഹത്താ ലാ യബ്ഖാ മിൻഹു ശൈ. സുബ്ഹാനല്ലാഹ്, ഈമാൻ കുറയും, അതിൽ നിന്ന് ഒന്നും അവശേഷിക്കാത്ത രൂപത്തിൽ, ഒരു തരിമ്പ് പോലും അവശേഷിക്കാത്ത രൂപത്തിൽ ഈമാൻ കുറഞ്ഞു പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ്, ഇമാം സുന്ന, അദ്ദേഹത്തോടും ഈ ചോദ്യം ചോദിക്കപ്പെട്ടു, ഈമാൻ കുറയുമോ, ഈമാൻ കൂടുമോ? അദ്ദേഹം പറഞ്ഞു, യസീദു ഹത്താ യബ്ലുഗ അഅല അസ്സമാവാതി സബ്അ. അതെ, ഈമാനിന് വർധനവുണ്ടാകും, 7 ആകാശങ്ങളോളം ഉന്നതിയിൽ ഈമാനിന് വർധനവുണ്ടാകും. വയൻഖുസു ഹത്താ യസീറ ഇല അസ്ഫലി സാഫിലീന സബ്അ, അസ്ഫല സാഫിലീന സബ്അ. അതെ, ഈമാനിന് കുറവുണ്ടാകും, 7 പാതാളങ്ങളിൽ അങ്ങേയറ്റത്ത്, 7 അധമത്വങ്ങളിൽ അങ്ങേയറ്റം പാതാളക്കയത്തിലേക്ക് ഈമാൻ അത് താഴ്ന്നു പോകുകയും ചെയ്യും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈമാൻ കുറയുകയാണെങ്കിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് ഈമാൻ കുറഞ്ഞു പോകും. നമ്മൾ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന അവസ്ഥയിൽ ഉണ്ടാകും, കുഫറിലേക്ക് പോകും, ഷിർക്കിലേക്ക് പോകും. ഈമാൻ വർദ്ധിക്കുകയാണെങ്കിലോ
അതങ്ങ് ഉന്നതിയിൽ 7 ആകാശങ്ങളോളം ഉയരത്തിൽ ഈമാൻ വർദ്ധിപ്പിക്കാൻ സാധിക്കും. അള്ളാഹുവിന്റെ തൗഫീഖിന്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഈ വിഷയങ്ങളൊക്കെ വിലയിരുത്തി അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആകത്തുകയായി ഈ വാക്കുകളെ നമുക്ക് സമാഹരിക്കാം. അദ്ദേഹം പറഞ്ഞു, ഫൽഅബ്ദുൽ മുഅ്മിൻ അൽ മുവഫഖ് ലാ യസാലു യസ്ആ ഫി അംറൈൻ. ഒരു മുസ്ലിമായ അള്ളാഹുവിന്റെ അടിമ, അള്ളാഹുവിന്റെ തൗഫീഖ് അനുകൂലമായ, അള്ളാഹുവിന്റെ ഹിദായത്ത് അനുകൂലമായ ഒരു മുസ്ലിമായ അടിമ അവൻ എപ്പോഴും 2 കാര്യത്തിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. 2 കാര്യങ്ങളിലായിരിക്കും അവന്റെ പ്രധാനപ്പെട്ട ശ്രദ്ധ. ഒന്നാമത്തെ കാര്യം തഹ്ഖീഖുൽ ഈമാനി വഫുറൂഇഹി വത്തഹഖഖു ബിഹി ഇൽമൻ വഅമലൻ ഹാലൻ. ഈമാനും അതിന്റെ ശാഖകളും അനുബന്ധങ്ങളും ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കാൻ അവൻ മെനപ്പെടും. അതുപോലെ തന്നെ അത് പ്രയോഗവൽക്കരിക്കാൻ ഇൽമിയായും അറിവുകൊണ്ടും പ്രവർത്തനം കൊണ്ടും അവന്റെ വ്യത്യസ്ത അവസ്ഥാന്തരങ്ങളിലുമെല്ലാം അവൻ മെനപ്പെടും. ഈമാൻ അത് വർദ്ധിപ്പിക്കാൻ അതിന്റെ അനുബന്ധങ്ങൾ. ഈമാൻ എന്ന് പറഞ്ഞാൽ അത് മനസ്സിലുള്ള വിശ്വാസമാണ്. നേരത്തെ പറഞ്ഞ പോലെ വാക്കുകൊണ്ടുള്ള സംസാരമാണ്, നാവിലൂടെയുള്ള സംസാരമാണ്, അവയവങ്ങളിലൂടെയുള്ള പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഈമാൻ അത് വിശ്വാസത്തിനപ്പുറത്ത് അത് വാചികമായി ചെയ്യേണ്ടതും അതുപോലെ തന്നെ അമലിയായി നമ്മുടെ പ്രവർത്തനങ്ങളിൽ ചെയ്യേണ്ടതുമെല്ലാം അതിന്റെ അനുബന്ധങ്ങളും താല്പര്യങ്ങളുമെല്ലാം നിത്യജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുന്നതിലും അത് പഠിക്കുന്നതിലും അത് പ്രവർത്തിക്കുന്നതിലും ഏതവസ്ഥയിലാണെങ്കിലും, സന്തോഷം വന്നാലും അതുപോലെ തന്നെ ദുഃഖമുണ്ടായാലും പരീക്ഷണങ്ങളും വിപത്തുകളും ആപത്തും രോഗവും ആരോഗ്യമെല്ലാം മാറിമറിഞ്ഞാലും എന്ത് അവസ്ഥകൾ ഇവിടെ മാറിമറിഞ്ഞാലും അവൻ അതിൽ തന്നെയായിരിക്കും. ഇതൊരു വശത്ത്. രണ്ടാമത്തേത് السعي في دفع ما ينافيها ويناقضها أو ينقصها من الفتن الظاهرة والباطنة. മറുവശത്ത് ആ ഈമാനിനെ നശിപ്പിക്കുന്ന, ഈമാൻ കുറക്കുന്ന, ഈമാനിനെ ബലക്ഷയമുണ്ടാക്കുന്ന കാര്യങ്ങൾ വരും, ഫിത്നകൾ വരും. നേരത്തെ പറഞ്ഞതുപോലെ ആശയക്കുഴപ്പങ്ങളുടെ ഫിത്ന, അതുപോലെ തന്നെ നമ്മുടെ ദേഹേച്ഛകളുടെ ഫിത്ന. ഇങ്ങനെ തലങ്ങും വലങ്ങും ഈമാനിനെ നശിപ്പിക്കുന്ന മനുഷ്യന്മാരിലും ജിന്നിലും പെട്ട ശൈത്താന്മാരിന്റെ കുതന്ത്രങ്ങൾ നമ്മെ പിടികൂടും. ഫിത്നകൾ പ്രത്യക്ഷവും പരോക്ഷവുമായി നമ്മെ പിടികൂടും. ഈ ഫിത്നകളെ കുറിച്ച് ജാഗരൂകരാകും. അതിനെ തൊട്ട് ഈമാനിനെ പ്രതിരോധിക്കുന്നവനായിരിക്കും അവൻ. ആദ്യം നമുക്ക് സംഭവിക്കുന്ന അമലുകളിലുള്ള ഈമാനിന്റെ അനുബന്ധങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിൽ പ്രയോഗവൽക്കരിക്കുന്നതിനുള്ള വീഴ്ചകൾ അവൻ അമലു സ്വാലിഹാത്തുകൾ കൊണ്ട്, സുന്നത്തുകൾ പ്രവർത്തിക്കുന്നതിലൂടെ, ഐച്ഛികമായ കാര്യങ്ങളിൽ ഇഖ്ലാസോടുകൂടി പണിയെടുക്കുന്നതിലൂടെ അവൻ ചികിത്സിക്കും അമലുകളിൽ വീഴ്ച വരുന്നത്. രണ്ടാമത് സംഭവിക്കുന്ന ഈമാനിനെ കുറവുണ്ടാക്കുന്ന ഫിത്നകൾ, മഅസിയത്തുകൾ, തിന്മകൾ, അത് സംഭവിച്ചാൽ അവൻ എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ തൗബ ചെയ്യും. ആ തൗബ ചെയ്ത് കാര്യങ്ങൾ നഷ്ടപ്പെടുന്നതിന് മുമ്പ് അതിനെ വീണ്ടെടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബക്ക് അവസരം നൽകുന്നിടത്തോളം അവൻ അതിൽ നിന്ന് വീഴ്ചകൾ പരിഹരിച്ച് അമലുകളിലേക്കും അതുപോലെ തന്നെ ശരിയായ ഈമാനിലേക്കും മുന്നേറും. ഈ 2 കാര്യങ്ങളിലായിരിക്കും ഒരു മുസ്ലിം, ഒരു യഥാർത്ഥ അള്ളാഹുവിന്റെ അടിമ പണിയെടുക്കേണ്ടത്. 2 കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഈമാൻ അത് യാഥാർത്ഥ്യമാക്കുന്നതിനും അതിന്റെ അനുബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ അമലു സ്വാലിഹാത്തുകൾ, അള്ളാഹുവിന്റെ റസൂലും അള്ളാഹു കൽപ്പിച്ച എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെത്ര ചെറുതാണെങ്കിലും അതൊക്കെ ഈമാനിന്റെ അനുബന്ധങ്ങളാണ്. ഒരു നന്മയെ നമ്മൾ നിസ്സാരമായി കാണരുത്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ ലാ തഹ്തിറന്ന മിനൽ മഅറൂഫി ശൈഅ, ഒരു നന്മയെയും നമ്മൾ നിസ്സാരമായി കാണരുത്. ഏത് നന്മയാണ് നമുക്ക് നാളെ ആഖിറത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണമാകാൻ നമുക്കറിയില്ല. ചിലപ്പോൾ ഒരു ചെടി നട്ടതായിരിക്കും, ഒരു മിണ്ടാപ്രാണിക്ക് വെള്ളം കൊടുത്തതായിരിക്കും, ഇല്ലേ? ഒരു പൂച്ചയെ അതിനെ പട്ടിണിക്കിട്ട് കൊന്നുകളഞ്ഞൊരു സ്ത്രീ അത് കാരണമായി അവർ നരകത്തിൽ പ്രവേശിച്ചു. ഒരു നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ ഒരു മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അതുകൊണ്ട് ഏത് അമലാണ് നമുക്ക് അവസാനമായി സ്വർഗത്തിലേക്ക് മുൻതൂക്കം നൽകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഈമാനിന്റെ അനുബന്ധങ്ങളായ ഏതേത് ചെറിയ അമലുകളാണെങ്കിലും, അത് ഐച്ഛികമാകട്ടെ, ഫർളാകട്ടെ, എന്താകട്ടെ, നമ്മളത് പ്രവർത്തിക്കുന്നതിൽ, അത് കൂടുതൽ പഠിക്കുന്നതിൽ, പുതിയ പുതിയ സുന്നത്ത് നടപ്പിലാക്കുന്നതിൽ, അത് അന്വേഷിച്ചറിയുന്നതിൽ, അത് പ്രവർത്തിക്കുന്നതിൽ, ഏതവസ്ഥയിലും നമ്മൾ അത്തരത്തിലുള്ള അമലുകളിലൂടെ മുന്നേറുന്നതിൽ ശ്രദ്ധ ചെലുത്തുക. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അതിനെ നശിപ്പിക്കുന്ന, ഈമാനിനെ നശിപ്പിക്കുന്ന, കുറവുണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഈമാനിനെ പ്രതിരോധിക്കുക, ഡിഫെൻഡ് ചെയ്യുക. ഇതാണ് ഒരടിമ ചെയ്യേണ്ട, ഈ ദുനിയാവിൽ ചെയ്യേണ്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അവൻ ശ്രദ്ധിക്കേണ്ട, അവൻ ഏർപ്പെടേണ്ട, പരിശ്രമിക്കേണ്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈമാനിനെ വർദ്ധിപ്പിക്കുന്ന കാരണങ്ങൾ എന്താണ്, ഈമാനിനെ കുറച്ചു കളയുന്ന കാരണങ്ങൾ എന്താണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഈമാൻ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് ഈമാനിന് വർധനമുണ്ടാകുക, ഏതൊക്കെ കാര്യങ്ങളിൽ ഏർപ്പെട്ടാലാണ് ഈമാനിനെ കുറവ് സംഭവിക്കുക എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്.
ഈമാനിനെ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ പറഞ്ഞത് ഈമാനിന് നമ്മൾ ഗൗരവം കൊടുക്കേണ്ടതിന്റെ പ്രാധാന്യം, സലഫു സ്വാലിഹീങ്ങൾ ഈമാനിന് കൊടുത്ത സ്ഥാനം, അവരുടെ വെറും സമയങ്ങളിൽ അവർ ഈമാനിനെ കുറിച്ച് ചെയ്ത ചർച്ചകൾ, ഈമാൻ അത് നശിച്ചാൽ നമുക്കുണ്ടാകുന്ന നഷ്ടം, ഈമാനിന്റെ വർധനവ് കൊണ്ട് നമുക്കുണ്ടാകുന്ന നേട്ടം, ഒരാമുഖമായി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചുരുക്കി വിശദീകരിച്ചത്. ഈമാൻ എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല. വസ്ത്രം നിർമ്മിച്ചു പോകുന്ന പോലെ അതിന് ഏറ്റക്കുറച്ചിലുണ്ടാകും, അത് ദ്രവിച്ചു പോകും, നുരുമ്പിപ്പോകും എന്നെല്ലാം കാര്യങ്ങളാണ് ആമുഖമായി നാം സൂചിപ്പിച്ചത്. ഇനി എങ്ങനെയാണ് നമുക്ക് ഈമാനിനെ വർദ്ധിപ്പിക്കാൻ സാധിക്കുക? ഈമാൻ വർദ്ധിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? പണ്ഡിതന്മാർ പറയുന്നു, അതിലേറ്റവും പ്രഥമവും പ്രധാനവുമായ കാര്യം അള്ളാഹുവിന്റെ ദീനിന്റെ ഇൽമ് പഠിക്കുക എന്നുള്ളതാണ്. തഅല്ലുമുൽ ഇൽമി ശർഈ, അള്ളാഹുവിന്റെ ശരീഅത്തിന്റെ വിജ്ഞാനം പഠിക്കുക എന്നുള്ളതാണ്. അതിന് പ്രായഭേദമൊന്നുമില്ല, അതിന് പ്രത്യേക സമയമോ സന്ദർഭമോ വിഭാഗമെന്നോ അല്ലെങ്കിൽ കാറ്റഗറൈസേഷൻ ഒന്നുമില്ല. എല്ലാവരും ത്വലബുൽ ഇൽമി ഫറീളത്തുൻ അലാ കുല്ലി മുസ്ലിം, എല്ലാ മുസ്ലിമായ മുക്കല്ലഫായ ശർഈന്റെ വിധിവിലക്കുകൾ നിർബന്ധമാകുന്ന എല്ലാ ഓരോരുത്തർക്കും നിർബന്ധമാണ്. അവൻ അനിവാര്യമായ ദീനി വിജ്ഞാനീയങ്ങൾ അവൻ പഠിക്കുക എന്നുള്ളത്. മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, ഏതൊക്കെ ഇൽമാണ്, ദീനിന്റെ വിജ്ഞാനങ്ങളിൽ ഏതൊക്കെ അറിവാണ് ഒരു മുസ്ലിം കരസ്ഥമാക്കേണ്ടത്? അദ്ദേഹം പറയുന്നു, അൽ മുറാദു ബിൽ ഇൽമി അശ്ശർഈ അല്ലദീ യുഫീദു മാ യജിബു അലൽ മുകല്ലഫി മിൻ അംരി ദീനിഹി. ഒരു മുകല്ലഫായ അടിമക്ക് അവന്റെ ദീനിന്റെ കാര്യങ്ങളിൽ അവന് നിർബന്ധമാകുന്ന എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അവൻ പഠിക്കണം. നിസ്കാരം പഠിക്കണം. ദീനിന്റെ സ്തംഭങ്ങളിൽ ആദ്യത്തെ കാര്യം ഷഹാദത്താണ്. ഷഹാദത്ത് മനസ്സിൽ ഊട്ടിയുറപ്പിക്കാതെ തൗഹീദ്, അതിന്റെ ശർത്തുകളും അതിന്റെ റുക്നുകളും അതിന്റെ നവാക്കിലുകളും, തൗഹീദ് നഷ്ടപ്പെടുന്ന ദുർബലപ്പെടുന്ന കാര്യങ്ങളും പഠിക്കാതെ, ഷഹാദത്ത് നമ്മുടെ മനസ്സിൽ സ്ഥാപിക്കാതെ ഒരമലും അള്ളാഹു സ്വീകരിക്കില്ല. അത് നമുക്കറിയാം. തൗഹീദ് ആദ്യം പഠിക്കണം, അവന്റെ അഖീദ അവൻ ആദ്യം പഠിക്കണം, എന്നിട്ട് അവന്റെ സ്വല, അവന്റെ നിസ്കാരം, അവൻ സക്കാത്തിന് അർഹനാണെങ്കിൽ സക്കാത്ത്, അതുപോലെ തന്നെ ഹജ്ജ്, നോമ്പ്, ഇങ്ങനെ നിത്യജീവിതത്തിൽ അവൻ കച്ചവടക്കാരനാണെങ്കിൽ കച്ചവടത്തിൽ ഏർപ്പെടുന്ന അവൻ ഭാഗവാക്കാവുന്ന ആ മസലകൾ, ഫിഖ്ഹിയായ അവന്റെ നിത്യജീവിതത്തിലെ മറ്റു മസലകൾ, സ്ത്രീകളാണെങ്കിൽ സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന മസലകൾ, ഫിഖ്ഹിയായ മസലകൾ, ഇങ്ങനെ നിത്യജീവിതത്തിൽ അള്ളാഹുവിന്റെ ശറഅ നിർബന്ധമാകുന്ന ഒരാളുടെ ദീനി കാര്യങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കൽപ്പനകളെ ബാധകമാകുന്ന എല്ലാ നിയമങ്ങളും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചോളം പഠിക്കൽ നിർബന്ധമാണ്. ഫി ഇബാദതിഹി വ മുആമലാതിഹി, നേരത്തെ പറഞ്ഞ പോലെ അവന്റെ ഇബാദത്തുകൾ ബാധിക്കുന്ന, അവന്റെ ഇടപാടുകളിൽ, നിത്യജീവിതത്തിലെ ഇടപാടുകളിൽ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചും പഠിക്കൽ നിർബന്ധമാണ്. വൽ ഇൽമു ബില്ലാഹി വ സിഫാതിഹി, അതുപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ച് അവൻ പഠിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫാത്തുകൾ, അവന്റെ വിശേഷണങ്ങൾ, അവന്റെ അസ്മാഉൽ ഹുസ്ന അവൻ നിർബന്ധമായും പഠിക്കണം. വമാ യജിബു ലഹു മിനൽ ഖിയാമി ബിഅംരിഹി വ തൻസീഹി അനിൻ നഖായിസ്, അള്ളാഹുവിന്റെ കൽപ്പനകൾ എങ്ങനെ നിറവേറ്റണം, എങ്ങനെയാണത് സുന്നത്തായ രൂപത്തിൽ നടപ്പിലാക്കേണ്ടത്, റസൂലുള്ളാഹിയുടെ സുന്നത്തിനെ കുറിച്ച് പഠിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ, അവനെ സകലവിധ ന്യൂനതകളിൽ നിന്നും മുക്തമാക്കുന്ന, അവനെ പരിശുദ്ധപ്പെടുത്തുന്ന അവന്റെ വിശേഷണങ്ങളെ കുറിച്ച് നേരത്തെ പറഞ്ഞ പോലെ അവന്റെ അഫ്ആലുകളെ കുറിച്ച്, അവന്റെ നീതിയെ കുറിച്ചെല്ലാം പഠിക്കണം. ഇതെവിടെ കിട്ടും? തഫ്സീറിലും ഹദീസിലും ഫിഖ്ഹിലും ഉലമാക്കളുടെ ഇത് അവലംബമാക്കിയിട്ടുള്ള കൃതികളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് പകർന്നു തരുന്ന ആളുകളുടെ ശബ്ദങ്ങളിലൂടെ നിങ്ങൾക്ക് അത് ശ്രവിക്കാൻ സാധിക്കും. ഇങ്ങനെ നിത്യജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് സഹോദരങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എത്ര അസ്മാഉൽ ഹുസ്നയെ കുറിച്ച് നമുക്ക് വിവരമുണ്ട്. റബ്ബിനെ അവൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അവന്റെ അസ്മാഉൽ ഹുസ്നയിലൂടെയാണ്. ഇൻഷാ അല്ലാഹ് ആ വിഷയം പ്രത്യേകം വരും. അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയെ കുറിച്ച് പഠിക്കൽ എന്നുള്ള വിഷയം പ്രത്യേകം വരും. ഇങ്ങനെ ശറഇന്റെ വിജ്ഞാനീയം നുകരുന്നതിലൂടെ ഒരാൾക്ക് ഈമാൻ നിലനിർത്താൻ സാധിക്കും. ഒരു ദിവസം പഠിക്കാത്ത ആയത്തെ അടുത്ത ദിവസം, ഇന്ന് എന്തൊക്കെ സൗകര്യങ്ങളുണ്ട് നമുക്ക്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾ ആ വിഷയത്തിൽ ഉത്ഭുതരാണ്. നമ്മുടെ വിരലിന്റെ തുമ്പിലുണ്ട് ഖുർആൻ. അതിന്റെ തഫ്സീർ മലയാളത്തിൽ വായിക്കണമെങ്കിൽ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന അമാനി മൗലവിയുടെ തഫ്സീർ മൊബൈൽ ആപ്ലിക്കേഷൻ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഓരോ ദിവസവും ഇന്ന് പഠിക്കാത്ത ഒരായത്ത് നാളെ ഒരായത്ത് പഠിച്ചത് ഹിഫ്ളാക്കുന്നു, അതിന്റെ ആശയം മനസ്സിലാക്കുന്നു, അതിന്റെ മാന അനുസരിച്ച് പ്രവർത്തിക്കുന്നു. സഹാബികൾ ഖുർആനിനെ പഠിച്ചത് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. സൂറത്തുൽ ബഖറ അവർ 10ഓളം വർഷം എടുത്തിട്ടാണ് പഠിച്ചത്. എന്താണ് കാര്യം? ഓരോ ആയത്തും 10 ആയത്തും അവർ പഠിക്കുന്നു. ആ 10 ആയത്തും പഠിച്ചത് മനസ്സിലാക്കി അതനുസരിച്ച് അമൽ ചെയ്യാതെ 11ാമത്തെ ആയത്തിലേക്ക് അവർ വിട്ടുകിടക്കില്ലായിരുന്നു. എന്താണ് നമ്മുടെ അവസ്ഥ? നമ്മൾ എത്ര ആയത്ത് കേട്ടിരിക്കുന്നു, എത്ര ഖുർആൻ ക്ലാസുകളിൽ നമ്മൾ പങ്കെടുത്തിരിക്കുന്നു, എത്ര ദീനി അധ്യാപനങ്ങൾ നമ്മൾ ശ്രവിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ,
അള്ളാഹുവിന്റെ ദീനിന്റെ വിജ്ഞാനം നുകരുക എന്നുള്ളത് മഹത്തായ കാര്യമാണ്. അതിന്റെ പോലീസുകൾ എമ്പാടും നമുക്കറിയാം. അള്ളാഹു പറഞ്ഞില്ലേ, നിങ്ങളിൽ നിന്ന് ഈമാനുള്ളവരെയും ഇൽമ് നൽകപ്പെട്ടവരെയും അള്ളാഹു പദവികൾ ഉയർത്തും. ദുനിയാവിലും ഉയർത്തും, ആഖിറത്തിലും ഉയർത്തും. ദുനിയാവിലും ഉയർത്തും, ആഖിറത്തിലും ഉയർത്തും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇൽമിന് സ്വാർത്ഥമായി പഠിച്ച ഏവരെയും അള്ളാഹു ദുനിയാവിലും ഉയർത്തും. ഇൻഷാ അല്ലാഹ് നാളെ ആഖിറത്തെ അവർക്ക് ഉയർച്ചയല്ലാതെ മറ്റൊന്നുമില്ല എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അള്ളാഹുവിനെ ശരിയായി നമുക്ക് ഭയപ്പെടണോ? അള്ളാഹു പറഞ്ഞില്ലേ, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹുവിന്റെ അടിമകളിൽ അവനെ യഥാവിധം ഭയപ്പെടുന്നവർ ഉലമാക്കൾ മാത്രമാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ വിജ്ഞാനമുള്ളവർ മാത്രമാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ വിജ്ഞാനം എത്ര കണ്ട് നമുക്ക് വർദ്ധിക്കുന്നുവോ അത്ര കണ്ട് അള്ളാഹുവിന്റെ ഈമാൻ നമുക്ക് വർദ്ധിക്കും. എത്ര കണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ വിജ്ഞാനത്തെ കുറിച്ചുള്ള അജ്ഞതയിലാണോ അത്ര കൊണ്ട് ഈമാൻ അത് പാതാളത്തിലേക്ക് താഴും. നോക്കൂ നിങ്ങൾ, ദുനിയാവിൽ അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചു എന്നതിന്റെ മാനദണ്ഡം എന്താണ്? ഒരാൾക്ക് ദുനിയാവിൽ അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചു, അയാളെ കൊണ്ട് അള്ളാഹു നന്മ ഉദ്ദേശിച്ചു എന്നതിന്റെ മാനദണ്ഡം അളവ് പോലെ എന്താണ്? ഭൗതികമായ അളവ് പോലല്ല, അള്ളാഹ് പറഞ്ഞ അളവ് പോലെ എന്താണ്? അള്ളാഹിന്റെ റസൂൽ പഠിപ്പിച്ച അളവ് പോലെ എന്താണ്? മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. ആർക്കെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മ ഉദ്ദേശിച്ചാൽ അള്ളാഹുവിന് ദീനിൽ അവഗാഹം ഉണ്ടാക്കി കൊടുക്കുമെന്ന്. വെറുതെ കേവലം അറിവല്ല, പഠിക്കാൻ വേണ്ടി പഠിക്കുക, അറിയാൻ വേണ്ടി അറിയാം, എന്റെ വൈജ്ഞാനിക നിലവാരം കൂട്ടാൻ വേണ്ടി ഞാൻ വായിക്കുക, അങ്ങനെയല്ല അല്ലെ? ആളുകളുടെ മുമ്പിൽ സംസാരിക്കാൻ വേണ്ടി പഠിക്കുക, അമലാക്കാൻ വേണ്ടിയുള്ള അറിവ്, അമലിലേക്ക് പരിവർത്തിക്കപ്പെടുന്ന അറിവ്. അമലില്ലാത്ത അറിവ് എന്ന് പറഞ്ഞാൽ, പ്രവർത്തനമില്ലാത്ത അറിവ് എന്ന് പറഞ്ഞാൽ ഫലം കായ്ക്കാത്ത വൃക്ഷത്തെ പോലെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീനിയായ ഇൽമ് നേടുക, അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് ദുനിയാവിൽ അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചവരുടെ അവൻ പ്രത്യേകം തെരഞ്ഞെടുത്തവരുടെ അടയാളമാണ്. അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചവർക്ക് അവൻ ദീനിൽ അവഗാഹം നൽകുമെന്ന് പറഞ്ഞാൽ അതിന്റെ മഫ്ഹൂം മുഖാലഫ് എന്താണ്? അതിന്റെ എതിർവശം എന്താണ്? അള്ളാഹു ഖൈർ ഉദ്ദേശിക്കാത്തവർക്ക് ദീനിലൊരു വിവരവും അവൻ നൽകുകയും. ദീനിൽ വിവരമില്ല എങ്കിൽ അള്ളാഹുവിനെ ഖൈർ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ചുരുക്കം. അതുകൊണ്ട് സഹോദരങ്ങളെ, പരമാവധി ഇനിയുള്ള നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ദീൻ പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ മുതലാക്കുക, അതിനുവേണ്ടി നമ്മൾ വ്യഗ്രതപ്പെടുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ദീനി വിജ്ഞാനങ്ങൾ നുകരുമ്പോൾ നമുക്ക് ഈമാൻ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഖുർആൻ അതിന്റെ മഅനയറിഞ്ഞ് അത് ചിന്തിച്ച് അതിന്റെ ആശയതലങ്ങൾ ഉറ്റാലോചിച്ച് പാരായണം ചെയ്യുക എന്നുള്ളത്. ഖിറാഅത്തുൽ ഖുർആനി വതദബ്ബുരി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആൻ, അവന്റെ കലാം, അത് ആലോചിച്ചുകൊണ്ട് അതിന്റെ ആശയം ചിന്തിച്ചുകൊണ്ട് പാരായണം ചെയ്യുക എന്നുള്ളത്. ഖുർആൻ എന്നുള്ളത് നാവ് കൊണ്ട് വായ കൊണ്ട് വെറുതെ പാരായണം ചെയ്ത് ബറക്കത്തെടുക്കാൻ വേണ്ടി അള്ളാഹു ഇറക്കിയതല്ല. പാരായണം ചെയ്യുന്നതിൽ അർത്ഥമറിയാതെ വൃത്തിയായി പാരായണം ചെയ്യുന്നതിന് കൂലിയുണ്ട്, നമുക്കറിയാം. ഓരോ ഹർഫിനും അള്ളാഹു സുബ്ഹാനഹു വ തആല 10 ഹസനത്ത് വെച്ച് നൽകും, അതിൽ സംശയമില്ല. എന്നാൽ ഖുർആന്റെ അവതരണ ഉദ്ദേശം എന്താണ്? ഖുർആൻ ഇറക്കിയത് കേവലം വായ കൊണ്ട് പാരായണം ചെയ്യലാണ്? ബർക്കത്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എമ്പാടും ആയത്തുകളിലൂടെ നമുക്കത് വിശദീകരിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, സൂറത്തു തൗബയിൽ അള്ളാഹു പറഞ്ഞു, وَإِذَا مَا أُنْزِلَتْ سُورَةٌ فَمِنْهُمْ مَنْ يَقُولُ أَيُّكُمْ زَادَتْهُ هَذِهِ إِيمَانًا. മുനാഫിക്കുകളെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്. അള്ളാഹുവിൽ നിന്നൊരു സൂറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരിൽ ചിലർ ചോദിക്കും, ഈ സൂറത്ത് കൊണ്ട് ആർക്കാണ് ഈമാൻ വർദ്ധിച്ചത്, ഈമാൻ കൂടിയത്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവർ കളിയാക്കിയിട്ടാണ് പറയുന്നത്, فَأَمَّا الَّذِينَ آمَنُوا فَزَادَتْهُمْ إِيمَانًا وَهُمْ يَسْتَبْشِرُونَ. ഈമാനുള്ളവർക്ക് അള്ളാഹുവിൽ നിന്ന് ഇറങ്ങിയതാണ് ഖുർആൻ, അത് അള്ളാഹുവിന്റെ കലാമാണ്, അവന്റെ ഹൃദയാണത് എന്ന് ഉറച്ച വിശ്വാസമുള്ളവർക്ക് അത് ഈമാൻ വർദ്ധിപ്പിക്കും. ഖുർആനിലെ ഓരോ ആയത്തുകളും ഈമാൻ വർദ്ധിപ്പിക്കും, അവരതുകൊണ്ട് സന്തോഷമടയും. എന്നാൽ وَأَمَّا الَّذِينَ فِي قُلُوبِهِمْ مَرَضٌ فَزَادَتْهُمْ رِجْسًا إِلَى رِجْسِهِمْ وَمَاتُوا وَهُمْ كَافِرُونَ. എന്നാൽ ഹൃദയത്തിൽ രോഗമുള്ള, നിഫാഖ് ബാധിച്ചിട്ടുള്ള കപടവിശ്വാസികൾ, അവർക്ക് ഓരോ സൂറത്ത് ഇറങ്ങുമ്പോഴും അവരുടെ മനസ്സിലുള്ള രോഗം, ദുഷ്ടത അത് വർദ്ധിക്കും, മേൽക്കുമേൽ വർദ്ധിക്കും. അങ്ങനെ അവർ കാഫിറുകളായി, നിഷേധികളായി മരണമടയും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഖുർആനിലെ ഓരോ സൂറത്തും എങ്ങനെയാണ് ഈമാൻ വർദ്ധിപ്പിക്കുക? ഖുർആനിലെ ഓരോ ആയത്തും കേൾക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കുക? അതിന്റെ ആശയവും അർത്ഥം അറിഞ്ഞിട്ടില്ലെങ്കിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഖുർആനിനെ പറ്റി, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതി ഹിയ അഖ്വം. ഖുർആൻ ഏറ്റവും ശരിയായതിലേക്കാണ് നമ്മെ വഴി നടത്തുന്നത്. ഖുർആനിലെ ഏറ്റവും ശരി നമുക്ക് എങ്ങനെ അറിയാം? ഖുർആനിന്റെ ആശയവും അർത്ഥവും പഠിക്കാതെ കേവല പാരായണത്തിലൂടെ ഖുർആനിൽ അള്ളാഹു വിശദീകരിച്ച ഏറ്റവും വലിയ ശരി എങ്ങനെ നമുക്ക് മനസ്സിലാവും? അള്ളാഹു ചോദിച്ചില്ലേ, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ,
അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, മുനാഫിഖുകളെ പറ്റി, ഹൃദയത്തിൽ രോഗം ബാധിച്ചവരെ പറ്റി അള്ളാഹു ചോദിച്ചില്ലേ? അവർ ഖുർആനിനെ കുറിച്ച്, അതിന്റെ ആശയത്തെ കുറിച്ച് ആലോചിച്ച് മനസ്സിലാക്കുന്നില്ലേ? അതല്ല അവരുടെ ഹൃദയങ്ങൾ പൂട്ടിട്ട് വെച്ചിരിക്കുകയാണ്? അള്ളാഹു ചോദിച്ചില്ലേ? ഖുർആനിന്റെ ആശയങ്ങളെ വിട്ടാലോചിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളോട് കൽപ്പിച്ചില്ലേ? അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. ഖുർആനിന്റെ ആശയങ്ങളെ കുറിച്ച് അവർ വിട്ടാലോചിക്കുന്നില്ലേ? അത് അല്ലാഹു അല്ലാത്തവരിൽ നിന്നാണ് അവതീർണമായതെങ്കിൽ അവനതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ കാണാൻ സാധിക്കുമായിരുന്നു. ഖുർആനിൽ വൈരുദ്ധ്യങ്ങളില്ല. ഖുർആനിലെ എല്ലാം സമ്പൂർണ്ണ യുക്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കപ്പോഴാണ് ഖുർആനിന്റെ ആശയങ്ങൾ നമ്മൾ ആലോചിക്കാതെ, അതിന്റെ അർത്ഥവും അതിന്റെ താല്പര്യവും പഠിക്കാതെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതി വലിയതദക്കറ ഉലുൽ അൽബാബ്. മുബാറക്കായ നിലയിൽ, അനുഗ്രഹീതമായ നിലയിൽ നാം ഇറക്കിയ ഗ്രന്ഥം കിതാബ് ഖുർആൻ. എന്തിനു വേണ്ടിയാണത്? ലിയദ്ദബ്ബറു ആയാതി. ഖുർആൻ എന്തിനു വേണ്ടിയാണ് അള്ളാഹു ഇറക്കിയതെന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. അതിന്റെ ആയത്തുകളിലൂടെ അവൻ ചിന്തിച്ചു മനസ്സിലാക്കാൻ വേണ്ടി, ബുദ്ധിയുള്ളവർക്ക് അവർ ഉത്ഭുതരാകാൻ വേണ്ടി. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത് അത് കേവല പാരായണത്തിന് വേണ്ടിയല്ല. അതിന്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കി, അത് ആലോചിച്ച് ചിന്തിച്ച് അതനുസരിച്ച് അമൽ ചെയ്യാനാണ്. അങ്ങനെയുള്ള ഖുർആൻ പാരായണങ്ങളാണ് നമുക്ക് ഉപകാരം നൽകുന്ന ഖുർആൻ പാരായണങ്ങളെന്ന് പണ്ഡിതന്മാർ നമ്മെ ഉണർത്തുന്നു. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ വാചകമായി കാണാം. അദ്ദേഹം പറയുന്നു, ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്, ഒരു മുസ്ലിമിന്റെ ഹൃദയത്തിന് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള കാര്യം ഖുർആൻ ചിന്തിച്ച് അതിന്റെ ആശയം മനസ്സിലാക്കി ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാം, അവന്റെ സംസാരം, അത് അർത്ഥമറിഞ്ഞ് അതിന്റെ ആശയം ചിന്തിച്ച് പാരായണം ചെയ്താൽ അവൻ എന്താണ് ഉണ്ടാകുന്ന നേട്ടങ്ങൾ? അദ്ദേഹം പറയുന്നു, യൂരിഫുൽ മഹബ്ബ വശൗഖ് വൽഖൗഫ് വറജാ വൽഇനാബ വത്തവക്കുൽ വൽറിള വത്തഫ്വീദ് വശുക്ർ വസ്സബ്ർ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഇഷ്ടം അവനുണ്ടാകും. എന്റെ റബ്ബിന്റെ കലാമാണല്ലോ ഇത്, എന്റെ റബ്ബിന്റെ സംസാരം, ഞാൻ അതിന്റെ ആശയം മനസ്സിലാക്കി പാരായണം ചെയ്താൽ സുബ്ഹാനല്ലാഹ്, എന്റെ റബ്ബ് എന്നോട് സംസാരിക്കുന്നതാണല്ലോ ഇത്. അവനോടുള്ള മഹബത്തുണ്ടാകും. അവനെ കണ്ടുമുട്ടണമെന്നുള്ള അതിയായ ആഗ്രഹം അവന്റെ സംസാരം അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്താൽ നമുക്കുണ്ടാകും. അവനെ പേടിക്കാൻ, അവന് മാത്രം പ്രതീക്ഷ അർപ്പിക്കാൻ, അവന് സമ്പൂർണ്ണമായി കീഴൊതുങ്ങാൻ, അവനെ വണങ്ങാൻ, അവനിൽ കാര്യങ്ങളെല്ലാം പരമേൽപ്പിക്കാൻ, അവനെ മാത്രം അവലംബിക്കാൻ, അവനിൽ സദാ തൃപ്തിപ്പെടാൻ, അവന് നന്ദി ചെയ്യാൻ, അവന്റെ മാർഗത്തിൽ ക്ഷമിക്കാൻ ഈ അർത്ഥമറിഞ്ഞുള്ള ഖുർആൻ പാരായണം നമ്മെ പ്രേരിപ്പിക്കും. ഇതല്ലാതെ മറ്റെന്താണ് ദുനിയാവിൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയോജനകരമായിട്ടുള്ളത് എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, തുടർന്ന് പറയുന്നു, ഫലൗ അലിമൻ നാസു മാ ഫീ ഖിറാഅത്തിൽ ഖുർആനി ബിത്തദബ്ബുരി ലസ്തഗലു ബിഹാ അൻ കുല്ലി മാ സിവാഹ. ആളുകൾക്ക് അല്ലാഹുവിന്റെ ഖുർആൻ അത് അതിന്റെ അർത്ഥവും ആശയം ആലോചിച്ചുകൊണ്ട് പാരായണം ചെയ്യുന്നതിലുള്ള നന്മ, അതുകൊണ്ടുള്ള ഗുണം അവർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അവരതിൽ മാത്രം സമയം ചെലവഴിക്കുമായിരുന്നു. മറ്റൊന്നിലും ഒഴുകാതെ അതിൽ മാത്രം അവർ സമയം ചെലവഴിക്കുമായിരുന്നു. فإذا قرأه بتفكر حتى مر بآية وهو محتاج إليها في شفاء قلبه قررها ولو 100 مرة ولو ليلة. അങ്ങനെ ഖുർആൻ ഒരാൾ അതിന്റെ ആശയം ആലോചിച്ചുകൊണ്ട് അതിന്റെ അർത്ഥങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഓതുകയാണെങ്കിൽ ഒരായത്തായിരിക്കും അവൻ പാരായണം ചെയ്യുന്നത്, ഒറ്റ ആയത്ത്. ആ ആയത്ത് അവന്റെ മനസ്സിൽ ചെലുത്തുന്ന സ്വാധീനം, അവന്റെ മനസ്സിന് നൽകുന്ന ശമനം, അവന്റെ മാനസിക പ്രശ്നങ്ങൾക്ക് നൽകുന്ന സമാധാനത്തെ കുറിച്ച് അവൻ ചിന്തിച്ച ഒരൊറ്റ ആയത്താണെങ്കിൽ ശരി, അവൻ ചിലപ്പോൾ 100 വട്ടം ഒരൊറ്റ ആയത്ത് പാരായണം ചെയ്തുകൊണ്ടേയിരിക്കും, ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഒരുപക്ഷെ ഒരു രാത്രി മുഴുവൻ ആ ഒരൊറ്റ ആയത്ത് തന്നെ അവൻ പാരായണം. അതിന്റെ അർത്ഥവും ആശയം ചിന്തിച്ച് അതിലുള്ള ഫായിദ, പ്രയോജനം, എന്റെ ഹൃദയത്തിൽ അതുണ്ടാക്കുന്ന പരിവർത്തനം, എന്റെ ഹൃദയത്തിന് അത് വീശുന്ന കുളിർത്തന്നൽ, എന്റെ ഹൃദയത്തിന് അത് നൽകുന്ന സമാധാനം, എന്റെ ഹൃദയത്തിന് അത് നൽകുന്ന ശമനം, സാന്ത്വനം, അതിനെക്കുറിച്ച് ചിന്തിച്ചവൻ ചിലപ്പോൾ ഒരു രാത്രി മുഴുവൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ ഒരായത്ത് മാത്രം പാരായണം ചെയ്തുകൊണ്ട്, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബികൾ ഒരായത്ത് മാത്രം പാരായണം ചെയ്തുകൊണ്ട് ഒരു രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചിട്ടുണ്ട്. സഹോദരങ്ങൾ, അത് സാധിക്കും. എങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ കലാം അത് ശരിക്കും അർത്ഥമറിഞ്ഞ് ആശയമറിഞ്ഞ് പാരായണം ചെയ്യുകയാണെങ്കിൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആനിന്റെ മനോഹാരിത, ഖുർആനിന്റെ ഭംഗി, ഖുർആനിന്റെ ആസ്വാദനം നമുക്ക് ശരിക്കും സ്വായത്തമാകണമെങ്കിൽ
അതിന്റെ അർത്ഥവും ആശയം മനസ്സിലാക്കി അത് ആലോചിച്ച് ഓതിയാലല്ലാതെ എങ്ങനെ നമുക്ക് സാധിക്കും? അതുകൊണ്ട് ഖുർആൻ അതിന്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കി ആലോചിച്ചുകൊണ്ട് പാരായണം ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഈമാനിന് കണക്കില്ലാത്ത വർധനം ഉണ്ടാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ നാസിർ സഅദി റഹ്മഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഈമാൻ പല രൂപത്തിൽ ഖുർആൻ അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്യുന്ന ഒരാൾക്ക് ഈമാനിൽ വർധനമുണ്ടാകും, ഈമാനിന് ശക്തി ഉണ്ടാകും. അദ്ദേഹം പറയുന്നു, ഫൽ മുഅ്മിനു ബിമുജറദി മാ യത്ലു ആയാതില്ലാഹ് വയഅരിഫു മാ റകബ അലൈഹി മിനൽ അഖ്ബാരി സ്സാദിഖ വൽ അഹ്കാമിൽ ഹുസ്ന യഹ്സുലു ലഹു മിൻ ഉമൂരിൽ ഈമാനി ഖൈറുൻ കസീർ ഫകൈഫ ഇദാ അഹ്സന തഅമ്മുലഹു വഫഹിമ മഖാസിദഹു വഅസ്റാറഹു. അദ്ദേഹം ചോദിക്കുന്നു, ഒരു സാധാരണക്കാരായ മുഅ്മിൻ, സാമാന്യം അവൻ ഓതുന്ന നിത്യജീവിതത്തിൽ ഓതുന്ന സൂറത്തുകളുടെ അർത്ഥം സാമാന്യം അറിയുന്ന ഒരു മുഅ്മിൻ, അവന് വെറുതെ പാരായണം ചെയ്യുമ്പോൾ തന്നെ ഓരോ ആയത്തുകളിലൂടെയും അള്ളാഹു പറഞ്ഞിട്ടുള്ള സത്യസന്ധമായ അഖ്ബാറുകൾ, അതുപോലെ തന്നെ അവന്റെ ശരീഅത്തിന്റെ മനോഹരമായ അഹ്കാമുകൾ, വിധികൾ, വൃത്താന്തങ്ങൾ, ഇത് വായിക്കുമ്പോൾ തന്നെ അവന് ഈമാനിൽ നിന്ന് ധാരാളം വർധനമുണ്ട്. നോക്കൂ നിങ്ങൾ, നമുക്ക് ഹിഫ്ളുള്ള ചെറിയ ചെറിയ സുഹൃത്തുക്കൾ, പലതിന്റെ അർത്ഥം നമുക്കറിയാം. അത് പാരായണം ചെയ്യുമ്പോൾ, അത് ശരിക്ക് മനസ്സുകൊണ്ട് അത് പാരായണം ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ നമ്മുടെ മനസ്സിൽ അതിന്റെ അർത്ഥമൊക്കെ ഓടി വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഈമാനം ഉണ്ടാകുന്ന ഒരു വർധനമുണ്ടല്ലോ, അതിനെത്ര വലുതാണ്. അതിനപ്പുറത്ത് ഓരോ ആയത്തും പാരായണം ചെയ്ത് ഒരായത്ത് നമ്മൾ ഓതുന്നു, അതിന്റെ തഫ്സീർ എടുക്കുന്നു, നമുക്ക് വായിക്കാൻ സാധിക്കുന്ന തഫ്സീർ എടുക്കുന്നു, അതിന്റെ മായനെ കുറിച്ച് ചിന്തിക്കുന്നു. സുബ്ഹാനല്ലാഹ്, എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഒരല്പനേരം ഒന്ന് നിർത്തി ഒന്ന് ആലോചിച്ച് നമ്മൾ ചിന്തിച്ച് അതിനെ കുറിച്ച് ഉറ്റാലോചിച്ചാൽ അതുകൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റ് അതിനേക്കാൾ എത്രയോ മടങ്ങാം. ഇങ്ങനെ ഓരോ ആയത്തും അവന് സമ്മാനിക്കുന്ന ഈമാനികമായ വർധനവും ഖൈറും എമ്പാടുമാണ് എന്ന് അദ്ദേഹം നമ്മോട് പറയുന്നു. എന്നാൽ ഇത് പഠിച്ചതനുസരിച്ച് അമൽ ചെയ്താലേ ഇതുകൊണ്ടുള്ള ബർക്കത്ത് ഉണ്ടാവുള്ളൂ. ഖുർആൻ അത് പഠിക്കുന്നു, അതിന്റെ ആശയം മനസ്സിലാക്കുന്നു, അതിനെതിരെ പ്രവർത്തിച്ചാലോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതുപോലെ ഈ ഗ്രന്ഥം കൊണ്ട് ചിലരെ നാം ഉയർത്തുന്നു, ചിലരെ നാം താഴ്ത്തുന്നു. ചില ആളുകൾ ഉണ്ടാവും, ഖുർആൻ എക്സ്പേർട്സ് എന്നറിയുന്ന ആളുകളായിരിക്കും, ഖുർആനിക പണ്ഡിതന്മാർ എന്ന് പറയുന്നവരായിരിക്കും. അവരിങ്ങനെ ഖുർആൻ സർവ്വത ചർവണം നടത്തി അതിന്റെ അർത്ഥവും ആശയവും തലമ മുതൽ വരുന്ന വരെ അവർ വായിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. അവരുടെ ജീവിതത്തിൽ അത് തൊട്ട് തേണ്ടിയിട്ടുണ്ടാവില്ല. ആ ഖുർആൻ അവനെതിരെ നാളെ സാക്ഷിയാകും. അൽ ഖുർആൻ ഹുജ്ജത്തുൻ അലൈക വഹുജ്ജത്തുൻ ലക ഔ ഹുജ്ജത്തുൻ ലക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ നിനക്ക് അനുകൂലമായും സാക്ഷിയാവും, നിനക്കെതിരെയും സാക്ഷിയാവും. എപ്പോഴാണ് ഖുർആനെതിരെ സാക്ഷിയാവും? ഖുർആനിന്റെ ആശയങ്ങൾക്ക് എതിര് പ്രവർത്തിക്കുമ്പോൾ, ഖുർആൻ പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യാതിരിക്കുമ്പോൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആൻ അത് വായിക്കുന്നതോടൊപ്പം നമ്മൾ ഇന്നു മുതലൊന്ന് തീരുമാനിക്കുക. എത്രയോ സുഹൃത്തുക്കൾ നമുക്ക് ചെറിയ സുഹൃത്തുക്കൾ അറിയാം, അല്ലെ? നമ്മൾ ഡെയിലിയുള്ള നമ്മുടെ നിസ്കാരങ്ങളിൽ ഓതുന്ന എത്രയോ ചെറിയ സുഹൃത്തുക്കൾ നമുക്ക് ഹിഫ്ളുണ്ട്. പക്ഷെ പലപ്പോഴും ഇതിന്റെ അർത്ഥം നമ്മളിൽ പലർക്കും അറിയില്ല. പലരും ഒന്ന് നെഞ്ചത്ത് കൈവച്ചിട്ട് ചോദിച്ചാൽ ഫാത്തിഹയുടെ മാന, അതിന്റെ സാമാന്യ ആശയം, കേവല അർത്ഥമല്ല, അൽഹംദുലില്ലാഹി ശൈത്താനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ അല്ലാഹുവിനോട് തൗബ ചെയ്യുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനിർ റഹീമുമായ അല്ലാഹുവിന്റെ നാമത്തിൽ തുടങ്ങുന്നു എന്ന കേവല അർത്ഥമല്ലാതെ അതിന്റെ ആശയം, ഒരു സാമാന്യ തഫ്സീർ, വിശദീകരണം സൂറത്തുൽ ഫാത്തിഹയെ പറ്റി അറിയുമെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? സഹോദരങ്ങളെ, നമ്മളെ ഈ അടിക്കടി ആവർത്തിക്കുന്ന സൂറത്തുൽ ഫാത്തിഹന്റെ വിഷയത്തിൽ നമ്മുടെ അവസ്ഥ ഇതാണെങ്കിൽ അള്ളാഹുവിന്റെ കലാമിലെ ബാക്കി 113 സൂറത്തും നമ്മുമായുള്ള ബന്ധങ്ങൾ എത്രയാണ് നമ്മൾ അറിയാതെ പോയത്? എന്താണ് നമ്മൾ അറിയാനിരിക്കുന്നത്? അള്ളാഹുവിന്റെ കലാമിന്റെ അത്ഭുതം, അതിന്റെ ആശയ ബാഹുല്യം, അതിൽ നമ്മൾ എപ്പോഴാണെന്ന് എത്തി നോക്കിയിട്ടുള്ളത്? അതിന്റെ അടുത്ത് പോയി നിൽക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്? ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഇന്നു മുതൽ നമ്മൾ തീരുമാനിക്കുക, ഒരായത്ത് ഇങ്ങനെ തുടങ്ങാം, സൂറത്തുൽ ഫാത്തിഹ മുതൽ തുടങ്ങാം, അല്ലെങ്കിൽ നമുക്ക് ഹിഫ്ളുൽ അമ്മജുസിലെ ചെറിയ സൂറത്തുകൾ മുതൽ തുടങ്ങാം. ഹിഫ്ള് പലർക്കും കുടി തട്ടിയെടുക്കാനുണ്ടാവും, ഒന്നുകൂടി വൃത്തിയിൽ ഹിഫ്ളാക്കാനുണ്ടാവും. ഈ മർക്കസ്, ഇങ്ങനെ ഒരു കേന്ദ്രം, ഇങ്ങനെ ഒരു ദീനി സംരംഭം, അതിനുവേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഇവിടെ ഇന്നു മുതൽ അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇവിടെ നിസ്കാരം തുടങ്ങി, ഫജ്ർ നമസ്കാരത്തിന് ശേഷം കൂടിയിരിക്കുക, ചെറിയ സൂറത്തുകളിൽ നിന്ന് തുടങ്ങുക. ഒരായത്താണെങ്കിൽ ഒരായത്ത്, അത് വൃത്തിക്ക് പാരായണം ചെയ്യാനും അത് മനഃപ്പാടമാക്കാനും അതിന്റെ ആശയം നെഞ്ചേറ്റിയത് അമലാക്കാനും നമ്മൾ മെനക്കെടുക്കും. ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ നമുക്കുണ്ടാകും. നമ്മുടെ ഇഹലോക വിഷയത്തിലെ കാര്യങ്ങളിൽ അള്ളാഹുവിന്റെ അത്ഭുതകരമായ സഹായം ബർക്കത്തുണ്ടാകും. നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ. അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്, നമ്മുടെ റബ്ബിന്റെ വാഗ്ദാനമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീൻ പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിന്റെ കലാം, അതിന്റെ മാനി അറിഞ്ഞ് പാരായണം ചെയ്യാൻ
അതിന്റെ ആശയങ്ങൾ പഠിക്കാനും നെഞ്ചേറ്റാനും പ്രവർത്തിക്കാനുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, ദീൻ പഠിക്കുമ്പോൾ നമ്മൾ രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട, പ്രാധാന്യം കൊടുക്കേണ്ട കാര്യം നേരത്തെ പറഞ്ഞതുപോലെ മഅരിഫത്തു അസ്മാഇല്ലാഹിൽ ഹുസ്ന വസിഫാതിഹിൽ ഉൽയ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഉൽ ഹുസ്ന, അവന്റെ ഉന്നതങ്ങളായ സിഫാത്തുൽ ഉൽയ, സിഫാത്തുകൾ, വിശേഷണങ്ങൾ, അത് നമ്മൾ പഠിക്കണം. അള്ളാഹുവിന്റെ അസ്മാകളും അവന്റെ സിഫാത്തുകളും എന്താണ് അതിന്റെ ആശയം? അള്ളാഹു അലീം എന്ന് പറഞ്ഞാൽ എന്താണ് അവന്റെ അലീമിന്റെ പ്രത്യേകത? അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. നമ്മൾ മനസ്സിലാക്കിയത് അങ്ങനെയാണോ? അള്ളാഹു സമീഅാണെന്ന് പറഞ്ഞാൽ അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്. അള്ളാഹു ബസീറാണെന്ന് പറഞ്ഞാൽ അള്ളാഹു എല്ലാം കാണുന്നവനാണ്. തീർന്നു. അതിനപ്പുറത്തെ ആശയത്തിനെ കുറിച്ചൊരു അറിവുണ്ടോ നമുക്ക്? അള്ളാഹു കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു എല്ലാം കഴിവുള്ളവനാണ്. അതിനപ്പുറത്ത് അതിന്റെ ആശയതലങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലാൻ സാധിച്ചിട്ടുണ്ടോ? എത്രത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാ ഓ സിഫാത്തുകളെ കുറിച്ച് നമ്മൾ അറിയുന്നു, അത്രത്തോളം അള്ളാഹുയുടെ വിശ്വാസം, ഈമാൻ നമുക്ക് ഊട്ടിയുറപ്പിക്കാൻ സാധിക്കും. അത്ര കണ്ട് നമ്മുടെ ഈമാൻ വർദ്ധിക്കും. എത്ര കണ്ട് നമ്മൾ അതിന് പിന്നിലാണോ അത്ര കണ്ട് നമ്മുടെ ഈമാനും കുറയും, അള്ളാഹുവിലുള്ള നമ്മുടെ അവലംബവും വിശ്വാസവും കുറയും. യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അള്ളാഹിനെ പേടിക്കുന്നവരാണ്, അള്ളാഹിനെ പറ്റി ശരിയായ ഇൽമുള്ളവരാണ്. അള്ളാഹിനെ പറ്റി ശരിക്കും പഠിച്ച ഉലമാക്കൾക്കാണ് അള്ളാഹുവിനെ യഥാവിധം ഭയപ്പെടാൻ സാധിക്കുള്ളൂ. അള്ളാഹിനെ കുറിച്ച് പഠിക്കാത്തവന് ഏതല്ലാനെയാണോ ഭയപ്പെടുന്നത്? തന്റെ റബ്ബിനെ കുറിച്ച് പഠിക്കാത്തവൻ തന്റെ റബ്ബിന്റെ നാമഗുണ വിശേഷണങ്ങളിലൂടെ അവൻ റബ്ബിനെ കുറിച്ച് അറിയിച്ചിരിക്കുന്നു. അള്ളാഹു അവനെ കുറിച്ച് നമ്മെ പഠിപ്പിച്ചത് എങ്ങനെയാണ്? അള്ളാഹിന്റെ റസൂലിന്റെ നാവിലൂടെ, അള്ളാഹുവിന്റെ കലാമിലൂടെ, അവന്റെ അസ്മാഉൽ ഹുസ്നയിലൂടെയാണ്. അത് പഠിക്കാതെ ഏത് റബ്ബിനെ കുറിച്ച് നമ്മൾ പഠിക്കുക? ഏത് റബ്ബിനെയാണ് നമുക്ക് അറിയാൻ സാധിക്കുക? അതുകൊണ്ട് നമ്മുടെ റബ്ബിനെ അറിയണമെങ്കിൽ, നമ്മുടെ റബ്ബിനെ മനസ്സിലാക്കണമെങ്കിൽ അവന്റെ അസ്മാഉൽ ഹുസ്നയിലൂടെ അല്ലാതെ നമുക്ക് സാധിക്കുകയില്ല. അവന്റെ ഉന്നതങ്ങളായ സിഫാത്തുകളിലൂടെ അല്ലാതെ നമുക്ക് സാധിക്കുകയില്ല. തൗഹീദുൽ അസ്മാഇ വസിഫാത്ത് എന്നുള്ളത്, അള്ളാഹുവിന്റെ അസ്മാഉ വസിഫാത്തിൽ അവനെ ഏകനാക്കുക എന്നുള്ളത് തൗഹീദിന്റെ 3 വിഭജനങ്ങളിൽ ഒന്നാണ്. നമുക്കറിയാമല്ലോ, ഒന്ന് തൗഹീദുൽ റുബൂബിയ്യ, 2 തൗഹീദുൽ ഉലൂഹിയ്യ. തൗഹീദുൽ റുബൂബിയ്യ അതിവിടെ ആർക്കും തർക്കവിഷയമല്ലാത്തതുകൊണ്ട് നമ്മൾ അതിൽ കാര്യമായി ശ്രദ്ധ ചെലുത്താറില്ല. തൗഹീദുൽ ഉലൂഹിയ്യ, അതിലാണ് നമ്മുടെ ശ്രദ്ധ എന്നാണ് നമ്മൾ പറയാറുള്ളത്. എന്നാൽ അതിൽ തന്നെ തൗഹീദിന്റെ റുക്ന്, ഷർത്ത്, നവാഖിലുകൾ, അതിനെപ്പറ്റി നമ്മൾ അശ്രദ്ധയിലാണ്. പലർക്കും അത് അറിയില്ല. തൗഹീദിന് സ്തംഭങ്ങളുണ്ടോ? റുക്നുണ്ടോ? തൗഹീദിന് ഷർത്തോ? തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹ് മാത്രമേ ഇബാദത്ത് ചെയ്യുക, ജാറത്തിൽ പോകാതിരിക്കുക, ഉറൂസിൽ പങ്കെടുക്കാതിരിക്കുക, അള്ളാഹിനോട് മാത്രം വിളിച്ചു തരിക. ഇതിനപ്പുറത്ത് തൗഹീദിന്റെ ആഴങ്ങൾ, ഉലൂഹിയത്താണ് കേരളത്തിലെ കാര്യപ്പെട്ട ചർച്ചാ വിഷയം എന്ന് പറഞ്ഞിട്ട് വരെ നമ്മുടെ ആളുകൾക്ക് സാധിച്ചില്ല. തൗഹീദുൽ അസ്മാഇ വസിഫാത്തുകൾ എവിടെയാണ് നമ്മളെ അവസ്ഥ? ആരാണ് അസ്മാ സിഫാത്തിലെ തൗഹീദിനെ പറ്റിയും അല്ലെങ്കിൽ ആ വിഷയങ്ങളിലെ ഉലമാക്കളുടെ രചിച്ച ഗ്രന്ഥങ്ങളും സാധാരണക്കാരെ പഠിപ്പിക്കും? ആരെങ്കിലും പഠിപ്പിക്കാൻ നിന്ന മുൻപ് കാര്യപ്പെട്ട പ്രബോധക രംഗത്തുള്ള ഒരു കൂട്ടം ആളുകൾ പറയുന്നതായി കേൾക്കാൻ സാധിച്ചതാണ് എന്റെ നാട്ടിലെ നേരിട്ട അനുഭവം. തൗഹീദുൽ അസ്മാഇ വസിഫാത്തിനെ പറ്റി മാത്രം ഒരു ക്ലാസ് സംഘടിപ്പിച്ചത്. അത് ആളുകൾക്ക് വസ്വാസം ഉണ്ടാക്കും. റബ്ബിനെ കുറിച്ച് പഠിപ്പിച്ചാലേ, അവന്റെ അസ്മാഉ സിഫാത്തും പഠിപ്പിച്ച ആളുകൾക്ക് വസ്വാസം ഉണ്ടാവും. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുന്ന, അവനെ കുറിച്ച് മനസ്സിലാക്കുന്ന അസ്മാഉ സിഫാത്തിനെ കുറിച്ചുള്ള പഠനം നമ്മൾ നിർബന്ധമായും ഈ മജ്‌ലിസിൽ ഇൻഷാ അല്ലാഹ് സംഘടിപ്പിക്കേണ്ടതുണ്ട്. അള്ളാഹു പറഞ്ഞില്ലേ, റഹ്മാൻ അയ്യമ്മാ തദ്ഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്ന. നിങ്ങൾ അല്ലാഹ് എന്ന് വിളിക്കൂ, അതല്ലെങ്കിൽ റഹ്മാൻ എന്ന് വിളിക്കൂ. അവനെ നിശ്ചയിച്ചിട്ടുള്ള ഏത് പേരും ഉപയോഗിച്ച് വിളിച്ചാലും അവനാകുന്നു എല്ലാ ഉത്കൃഷ്ടങ്ങളായ നാമങ്ങൾ എന്ന് അള്ളാഹു പറയും. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ അവന്റെ അസ്മാഉൽ ഹുസ്നയിലൂടെ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാ വ സിഫാത്തുകളെ കുറിച്ചുള്ള പഠനം, അതിന്റെ പ്രാധാന്യം സൂചിപ്പിക്കാൻ 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്, മഹാനായ ഇമാം നാസിർ സഅദി റഹിമഹുല്ലാഹ്, അദ്ദേഹം സൂചിപ്പിച്ച അള്ളാഹുവിന്റെ അസ്മാ വ സിഫാത്തുകൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന നേട്ടങ്ങളെ കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ അസ്മാ വ സിഫാത്തുകളെ കുറിച്ചുള്ള പഠനം, തൗഹീദുൽ അസ്മാ വ സിഫാത്തുകളെ കുറിച്ചുള്ള പഠനം നിനക്ക് ദുനിയാവിൽ സ്വായത്തമാക്കാൻ സാധിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ വിജ്ഞാനമാണ്. നമ്മുടെ റബ്ബിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ സാധിക്കുക എന്നുള്ളത് അതിനേക്കാൾ മഹത്തരമായ മറ്റൊരു വിജ്ഞാനമില്ല. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു നമ്മളോട് പറഞ്ഞാണ് അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റാരുമില്ല എന്ന്. അല്ലാഹുവിന്റെ തൗഹീദിനെ കുറിച്ച് പഠിക്കാൻ അല്ലാഹു നമ്മോട് കൽപ്പിച്ചതാണ്. അതുകൊണ്ട് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വിജ്ഞാനം ഏതാണ്? അല്ലാഹുവിന്റെ അസ്മാ വ സിഫാത്തുകളെ കുറിച്ചുള്ള പഠനമാണ്. രണ്ടാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഒരാൾ അറിഞ്ഞാൽ, അവന്റെ അസ്മാഉൽ ഹുസ്ന പഠിച്ച് അവനെ മനസ്സിലാക്കിയാൽ, അത് അവൻ എന്ത് ചെയ്യും? ആ റബ്ബിനെ മാത്രം മറ്റാരെക്കാളും സ്നേഹിക്കാൻ പ്രേരിപ്പിക്കും. നേരത്തെ പറഞ്ഞ പോലെ അവനെ മറ്റാരെക്കാളും പേടിക്കാൻ സാധിക്കും.
അവനിൽ മറ്റാരെക്കാളും പ്രതീക്ഷ അർപ്പിക്കാൻ സാധിക്കും. അവന് ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി അവനെ മാത്രം ലാക്കാൻ, അവനെ മാത്രം ലക്ഷ്യമാക്കി, അവന്റെ മാത്രം കൂലി ആഗ്രഹിച്ച് ഇഖ്ലാസോടുകൂടി അമൽ ചെയ്യാൻ സാധിക്കും. അതാണ് ഏറ്റവും വലിയ കാര്യം. സഹോദരങ്ങളെ, നമ്മൾ ഈ മരണം വരെ ഇവിടെ പെടാപാടുപെട്ട് ചെയ്യുന്ന അമലുകൾ അത് ഇഖ്ലാസ് ഉണ്ടെങ്കിൽ അതിന്റെ അവസ്ഥ എന്താണ്? സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബാഅൻ മൻസൂറ, പറത്തപ്പെടുന്ന ധൂളികളെ പോലെ ഒന്നുമില്ലാതാക്കി കളയും. നമ്മൾ ചെയ്യുന്ന അമലുകളുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടിയാൽ അത് ബാത്തിലായി പോകുന്ന ഒരു അവസ്ഥയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഇഖ്ലാസ് ഉണ്ടെങ്കിൽ നമ്മുടെ അമൽ അള്ളാഹു സ്വീകരിക്കയില്ല. ആളുകളെ ക്ഷണിപ്പിക്കാൻ വേണ്ടിയല്ല, ആൾബലമുണ്ട്, അംഗസംഖ്യയുണ്ട്, അല്ലെങ്കിൽ നാട്ടിൽ നമ്മുടെ സാന്നിധ്യത്തെ കുറിച്ച് വിളംബരം ചെയ്യാൻ, ആളുകൾ നമ്മളെക്കുറിച്ച് സൽകീർത്തി പറയാൻ, നമ്മെക്കുറിച്ച് ആളുകളുടെ മനസ്സിൽ ഒരു നല്ല വിചാരം ഉണ്ടാക്കിയെടുക്കാൻ എന്നല്ല നമ്മൾ പണിയെടുക്കേണ്ടത്. ദഅവത്തായാലും നമ്മളുടെ ജീവിതത്തിൽ വ്യക്തിഗതമായി ചെയ്യുന്ന ഏത് അമലാണെങ്കിലും അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിന്റെ കൂലി ആഗ്രഹിച്ച്, അള്ളാഹുവിന്റെ കലിമത്ത് ഉന്നതിയിലാകാൻ വേണ്ടി എന്ന ലക്ഷ്യമായിരിക്കണം നമുക്ക്. അതുകൊണ്ട് അള്ളാഹുവിനെ ഇഖ്ലാസോടുകൂടി പണിയെടുക്കാൻ, അമൽ ചെയ്യാൻ, അവനെ പേടിക്കാൻ, അവനെ ഭയപ്പെടാൻ, അവനെ പ്രതീക്ഷയർപ്പിക്കാൻ, അവനെ മറ്റാരെക്കാളും സ്നേഹിക്കാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മറ്റാരെക്കാളും സ്നേഹിക്കാൻ, അവന്റെ ഇഷ്ടങ്ങളെ മറ്റാരുടെ ഇഷ്ടങ്ങളെക്കാളും മേലെ വെക്കാൻ, അവൻ വെറുത്തവരെ മറ്റാരെക്കാളും വെറുക്കാൻ, അവൻ വെറുത്ത കാര്യങ്ങളിൽ മറ്റാർക്ക് വെറുപ്പുള്ള കാര്യങ്ങളെക്കാളും മുന്നിൽ വെക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ആ റബ്ബിനെ കുറിച്ച് പഠിക്കാതെ, അസ്മാഉൽ ഹുസ്നയിലൂടെയും അവന്റെ സിഫാത്തുകളെയും അവനെ പഠിക്കാതെ നമുക്ക് സാധിക്കുകയില്ല. മൂന്നാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിച്ചതെന്തിനാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിച്ചതെന്തിനാണ്? അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ, അവനെ പഠിക്കാൻ, അവനെ മനസ്സിലാക്കാൻ, അവനെ പഠിച്ചറിഞ്ഞ് അവന് മാത്രം ഇബാദത്ത് ചെയ്യാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിച്ചത് തന്നെ അതിനാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന പഠിക്കുക എന്നുള്ളത് നമ്മെ പഠിച്ചതിന്റെ പിന്നിലുള്ള ലക്ഷ്യമാണ് സഹോദരൻ. നമ്മെ അല്ലാഹു എന്തിനു വേണ്ടിയാണ് പഠിച്ചത്? അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി. അല്ലാഹുവിനെ നിനക്ക് ആത്മാർത്ഥമായി, നേരത്തെ പറഞ്ഞ പോലെ അവനെ പേടിച്ച്, അവനെ വഴങ്ങി, അവന് കീഴൊതുങ്ങി, അവന് പ്രതീക്ഷയർപ്പിച്ച്, അവനെ അതിയായി സ്നേഹിച്ച്, അവനെല്ലാം സമർപ്പിച്ച്, ഖുൽ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, പറയുക എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ ബലിദാനവും എന്റെ എല്ലാ കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി മാത്രമാണ്. അവന് ഞാൻ യാതൊന്നിനെയും പങ്കുചേർക്കുകയില്ല. ഇങ്ങനെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ, അവനെ അറിഞ്ഞ് ആരാധിക്കാൻ നമുക്ക് എപ്പോഴാണ് സാധിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഉൽ ഹുസ്നയും സിഫാത്തുകളും പഠിച്ചാലല്ല നമുക്ക് സാധിക്കില്ല. അപ്പൊ അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് അല്ലാഹു നമ്മെ പഠിച്ചതിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ഒരുപാട് പ്രയോജനങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളെ കേൾപ്പിച്ചു എന്ന് മാത്രം. സഹോദരങ്ങളെ, നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ഈ പറഞ്ഞ അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന, അവന്റെ സിഫാത്തുൽ ഉലിയ, അതിനെ പറ്റിയുള്ള പഠനം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, അല്ലാഹുവിനെ വിളിച്ച് ദുആ ചെയ്യുമ്പോൾ അവന്റെ നാമങ്ങൾ മുൻനിർത്തി നമ്മൾ ദുആ ചെയ്യണം. പലപ്പോഴും നമുക്ക് പറ്റാറുള്ള ഒരു അബദ്ധങ്ങളിൽ ഒന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ, അല്ലാഹുവിനാണ് ഏറ്റവും ഉത്കൃഷ്ടങ്ങളായ നാമങ്ങൾ. അല്ലാഹുവിനുള്ള നാമങ്ങളെക്കാൾ ശ്രേഷ്ഠമായ, അർത്ഥവത്തായ, ആശയബാഹുല്യമുള്ള നാമങ്ങൾ, അസ്മാകൾ മറ്റാർക്കെങ്കിലും ഉണ്ടോ? അല്ലാഹു അവന് വെച്ച നാമങ്ങൾ, അതിനപ്പുറത്ത് അതിനേക്കാൾ ബൃഹത്തായ നാമങ്ങൾ വേറെ ആണെങ്കിൽ അള്ളാഹിനെ കുറിച്ച് പറയുന്ന നാമങ്ങളിലുണ്ടോ? അള്ളാഹ് വെച്ച നാമങ്ങളിലല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ വിളിച്ചു തേടേണ്ട അവന്റെ അസ്മാഉൽ ഹുസ്നയെ മുൻനിർത്തിയിട്ടാണ്. പടച്ചോനെ, തമ്പുരാനെ, അതൊക്കെ അതിന്റെ അർത്ഥമാണ് നമുക്ക് ന്യായീകരിക്കാം. പക്ഷേ റഹ്മാനാണ് അവൻ, റഹീമാണ് അവൻ, ഹയ്യും ഖയ്യൂമുമാണ് അവൻ, എല്ലാറ്റിനും കഴിവുള്ളവനാണ് അവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എത്രയോ അസ്മാകൾ അറബിയിൽ തന്നെ നമുക്കറിയാം. അത് മുൻനിർത്തി അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യാം. അത് പറയുമ്പോൾ അതിന്റെ ആശയം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ റഹ്മത്താണ് ചോദിക്കുന്നത്, റഹ്മത്താണ് ചോദിക്കുന്നത്. അപ്പോൾ റഹ്മാൻ എന്ന അവന്റെ നാമത്തെ മുൻനിർത്തി ചോദിക്കുക. അല്ലാഹുമ്മ യാ റഹ്മാൻ ഇർഹംനി, റഹ്മാനായ റബ്ബേ നീ എനിക്ക് കരുണ ചെയ്യണമേ. അല്ലാഹുവിന്റെ മഗ്ഫിറത്താണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ യാ ഗഫൂർ, പാപങ്ങൾ പൊറുക്കുന്ന അല്ലാഹുവേ നീ എനിക്ക് പുറത്തുകൊണ്ട, എല്ലാറ്റിനും കഴിവുള്ളവനെ, യാ ഹയ്യു യാ ഖയ്യൂം, എല്ലാം നിയന്ത്രിക്കുന്നവനും എന്നെന്നും ജീവിക്കുന്നവനെ എന്റെ കാര്യങ്ങൾ നേരെയാക്കിക്കൊണ്ട. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ തേടുന്നതുമായി ബന്ധപ്പെട്ട തേട്ടത്തിനോട് യോജിച്ച അവന്റെ ഇസ്മുകൾ, അസ്മാഉൽ ഹുസ്നകൾ മുൻനിർത്തി അതിനെ വസീലയാക്കി അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്താൽ അത് ദുആക്ക് ഇജാബത്ത് കിട്ടാൻ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണെന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ അവന്റെ അസ്മാഉൽ ഹുസ്നയെ മുൻനിർത്തി നമ്മൾ ചോദിക്കുക.
നമ്മൾ ദുആ ചെയ്യുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് മലയാളത്തിൽ നമ്മൾ കേട്ട് ശീലിച്ച പടച്ചോനെ, തമ്പുരാനെ, നാഥ എന്നൊക്കെ വിളിച്ചിട്ടായിരിക്കും. അത് നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ പരിഭാഷയാണ്, അതിന്റെ ഭാഷാന്തരമാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ന്യായീകരിക്കാം. പക്ഷെ അല്ലാഹ് പറഞ്ഞില്ലേ നമ്മളോട്, അവൻ ഏറ്റവും ഉത്കൃഷ്ടങ്ങളായ നാമങ്ങൾ, അത് മുഖേന നിങ്ങൾ അള്ളാഹുവിനോട് തേടുക എന്ന് പറഞ്ഞില്ലേ. അത് നമ്മൾ എങ്ങനെ അമൽ ചെയ്യുക? അള്ളാഹു അറബിയിൽ ഖുർആനിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ അറിയിച്ച നാമങ്ങൾ അത് പഠിച്ചു മനസ്സിലാക്കി അതങ്ങനെ അച്ചേലേക്ക് നമ്മൾ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഓരോ ആവശ്യങ്ങളും നമ്മൾ ഉന്നയിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട അവന്റെ ഇസ്മേതാണ് അത് മുൻനിർത്തി ചോദിക്കുക. അതല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് സംഭവിക്കാൻ, നമ്മൾ ദുആ ചെയ്യും, ഇങ്ങനെ ദുആ ചെയ്യും, നമ്മുടെ ആവശ്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടാവും, അള്ളാഹിന്റെ അസ്മാഉൽ ഹുസ്ന തേടുന്നില്ല. അള്ളാഹു എന്റെ കാര്യങ്ങൾ നേരാക്കി തരണേ, എനിക്ക് ഇന്ന പ്രയാസങ്ങളുണ്ട്, നീ എനിക്ക് രോഗശുദ്ധിയാക്കി തരണേ, എന്റെ മക്കൾക്കുള്ള പ്രയാസം നീ നീക്കി കൊടുക്കണേ, എന്റെ കടങ്ങൾ കിട്ടണേ. ഇങ്ങനെ കേവല ദുആ ആയിരിക്കും, നമ്മുടെ ആവശ്യങ്ങൾ മാത്രമായിരിക്കും പറയുക. അള്ളാഹിന്റെ അസ്മാഉൽ ഹുസ്ന മുൻനിർത്തിയൊരു വിളി, അങ്ങനെ ഒരു വസീലയാക്കി നമുക്ക് ഉണ്ടാവില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അവന്റെ അസ്മാഉൽ ഹുസ്നയിൽ പ്രത്യേകമായ 99 നാമങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. ആരെങ്കിലും അത് ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. അവന്റെ അസ്മാഉൽ ഹുസ്നയിൽ 99 പ്രത്യേകമായ നാമങ്ങളുണ്ട്. അതിനാരെങ്കിലും എണ്ണിക്കണക്കാക്കിയാൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്നർത്ഥം പറയാൻ സാധിക്കും. പക്ഷേ അതിന്റെ ശരിയായ മാന എന്താണ്? അള്ളാഹുവിന്റെ നാമങ്ങൾ എണ്ണിക്കണക്കാക്കുക, ഇഹ്സാ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആദ്യം ആ അസ്മാഉൽ ഹുസ്ന അത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തി അത് മനഃപ്പാഠമാക്കുക. എന്താണ് ആ ഓരോ അസ്മാകൾ കൊണ്ടുമുള്ള ഉദ്ദേശം എന്ന് തിരിച്ചറിയുക, അതിന്റെ മാന മനസ്സിലാക്കുക, അതിന്റെ താല്പര്യത്തിനൊത്ത് അമൽ ചെയ്യുക. അള്ളാഹുവിന്റെ ഓരോ ഇസ്മും അവന്റെ ഓരോ സിഫാത്തുകളും നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ താല്പര്യത്തിനൊത്ത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട അമലുകളെ കുറിച്ച് നമുക്ക് ബോധമുണ്ടാകും. ഇങ്ങനെ അള്ളാഹുവിന്റെ ഓരോ അസ്മാകളും കണ്ടെത്തുക, അത് മനഃപ്പാഠമാക്കുക, അതിന്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കി അതനുസരിച്ച് അമൽ ചെയ്യുക. ഇങ്ങനെ അള്ളാഹുവിന്റെ പ്രത്യേകമായ 99 നാമങ്ങൾ ഒരാൾ സ്വായത്തമാക്കിയാൽ അവന് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്ന സ്വർഗമാണ്. അതുകൊണ്ട് അസ്മാഉൽ ഹുസ്നയെ കുറിച്ചുള്ള പഠനം നമ്മെ സ്വർഗപ്രവേശത്തിന് കാരണമാകുന്ന കാര്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. അടുത്ത കാര്യം, മൂന്നാമത്തെ കാര്യം, ഒരു 5-10 മിനിറ്റ് ഇരുന്നൂടെ നമുക്ക്? മനസ്സുണ്ടാവും. മൂന്നാമത്തെ കാര്യം, ദീനിന്റെ വിജ്ഞാനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു എന്താണ്? നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കാനുള്ള കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈമാൻ വർദ്ധിപ്പിക്കാനുള്ള കാരണങ്ങൾ, പ്രധാനപ്പെട്ട കാര്യം ദീൻ പഠിക്കാനുള്ളതാണ്. ദീനിന്റെ വിജ്ഞാനങ്ങൾ നമുക്ക് ആവശ്യമുള്ള എല്ലാം സ്വായത്തമാക്കുക എന്നുള്ളതാണ്. ആ ദീനിന്റെ വിജ്ഞാനങ്ങൾ, അറിവുകൾ നമ്മൾ നുകരുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഖുർആൻ അതിന്റെ മാന മനസ്സിലാക്കി ആലോചിച്ച് അതിന്റെ അർത്ഥം ആശയം നെഞ്ചേറ്റി പാരായണം ചെയ്യാന്നുള്ളത്, അമൽ ചെയ്യാന്നുള്ളത്. രണ്ടാമതായി നമ്മൾ പറഞ്ഞു അള്ളാഹിന്റെ അസ്മാഉൽ ഹുസ്നയെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, നമ്മളുടെ പഠനത്തിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട മൂന്നാമത്തെ കാര്യം, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമാനതകളില്ലാത്ത ചരിത്രം അത് അയവിറക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ചരിതങ്ങൾ അത് വായിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ അത് അടിക്കടി വായിച്ചുകൊണ്ടേയിരിക്കുക. വായിച്ചതാണെങ്കിൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകും. അത് ഓരോ തവണയും വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഈമാനിലുള്ള വർധനവ് അത് അപാരമായിരിക്കും. സുബ്ഹാനല്ലാഹ്. അതൊരു കേവല വായനക്കപ്പുറത്ത് യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ആത്മാവോടുകൂടി വായിക്കുകയാണെങ്കിൽ, നമ്മുടെ നേതാവിന്റെ അഷ്റഫുൽ ഖൽഖിന്റെ തുല്യതയില്ലാത്ത ചരിത്രം നമ്മൾ അങ്ങനെ വായിക്കുകയാണെങ്കിൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യ, അവിടുത്തെ മര്യാദകൾ, സ്വഭാവ മര്യാദകൾ, അവിടുത്തെ പെരുമാറ്റ രീതികൾ, അവിടുത്തെ സാമാന്യ ജനങ്ങളോടുള്ള ഇടപെടലുകൾ, അവിടുത്തെ സായുധ സമര പോരാട്ടങ്ങൾ, അവിടുത്തെ യുദ്ധങ്ങൾ, അവിടുത്തെ ഔദാര്യം, അവിടുത്തെ വിശാല മനസ്കര, അവിടുത്തെ വിട്ടുവീഴ്ച, അവിടുത്തെ സഹാനുഭൂതി, അവിടുത്തെ കുടുംബജീവിതം, അവിടുത്തെ സാമൂഹ്യ ജീവിതം, അവിടുന്ന് ഒരു ഭരണാധികാരിയായപ്പോൾ ഉണ്ടായിരുന്ന അവിടുത്തെ നിലവാരം, ഇങ്ങനെ ഓരോന്നും നമുക്ക് തൊട്ടറിയാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചരിത്രം പഠിക്കാൻ തന്നെ നമ്മളൊരു സദസ്സ് മാറ്റിവെക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതിന് യോഗ്യരായ ആളുകളെ കൊണ്ടുവന്ന് നിങ്ങളത് വായിപ്പിച്ച് അതിങ്ങനെ പുതുക്കിക്കൊണ്ടേയിരിക്കണം. അതിങ്ങനെ നമ്മൾ ഒരാവർത്തി വായിച്ചാൽ പിന്നെയും വായിക്കുക, അങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കാൻ നമുക്ക് സാധിക്കണം. അത് നമ്മുടെ ഈമാനിൽ അതിയായ വർധനവുണ്ടാക്കും. സ്വഹാബികൾ പറയാറുണ്ടായിരുന്നു, ഞങ്ങൾ ചെറിയ കുട്ടികളായിരുന്നപ്പോൾ കുന്നാ നുഅല്ലമു മഗാസിയൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കമാ നുഅല്ലമു സൂറത മിനൽ ഖുർആൻ.
ഖുർആനിൽ ഒരു സൂറത്ത് ഞങ്ങളെ പഠിപ്പിക്കുന്നത് പോലെ അള്ളാഹുവിന്റെ റസൂലിന്റെ യുദ്ധചരിതങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കാറുണ്ടായി ചെറുപ്പത്തിൽ. അള്ളാഹിന്റെ റസൂലിന്റെ യുദ്ധ കഥകൾ, അവിടുത്തെ ചരിത്രങ്ങൾ ഖുർആനിലെ സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ ചരിത്രം ഞങ്ങളെ പഠിപ്പിക്കാറുണ്ട്. ഇന്ന് നമ്മുടെ മക്കൾക്ക് നമ്മൾ എന്ത് ചരിത്രമാണ് ഒന്നു കൊടുക്കുന്ന സഹോദരങ്ങൾ? നമ്മുടെ മക്കൾ എന്തൊക്കെ കഥകളാണ് കേട്ടിട്ട് നമ്മളോട് വന്ന് പറയുന്നത്? നമുക്ക് അവരുടെ കാതിൽ ഓതി കൊടുക്കാനുള്ള കഥകൾ ഇസ്ലാമിന്റെ കഥകളായിരിക്കണം, നമ്മുടെ റസൂലിന്റെ കഥകളായിരിക്കണം, സ്വഹാബികളെ സലഫു സ്വാലിഹ്യങ്ങളുടെ കഥകളായിരിക്കണം. ഖുർആൻ അതിലെ സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ ചരിത്രം അവർ ഓതി പഠിപ്പിക്കണം എന്ന് സ്വഹാബികളുടെ മാതൃകയായി നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരുപാട് പ്രയോജനങ്ങൾ, ഇതെല്ലാം ഓരോ കാര്യവും ഒരുപാട് നമുക്ക് വിശദീകരിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് സമയത്തിന്റെ അപര്യാപ്തത കാരണം ഞാൻ അതിന്റെ പോയിന്റ്സ് മാത്രം, പ്രത്യക്ഷ വാചകം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വായനയിൽ, നമ്മുടെ പഠനത്തിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ട മൂന്നാമത്തെ കാര്യം അള്ളാഹുവിന്റെ റസൂലിന്റെ കറയില്ലാത്ത ചരിത്രം. ചരിത്രം എന്ന് പറഞ്ഞിട്ട് അത് മുഴുവൻ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. റസൂലുള്ളാഹിന്റെ ചരിത്രം എന്ന് പറഞ്ഞിട്ട് ചരിത്രമായി എഴുതപ്പെട്ടതൊക്കെ എല്ലാ വാറാലുകളും എടുത്ത് നമ്മൾ വായിക്കരുത്. സ്വഹീഹായ സ്ഥിരപ്പെട്ട ചരിത്രം അത് അങ്ങനെ തന്നെയാണെന്ന് ഉറപ്പുവരുത്തി, അതിന്റെ ഓതന്റിസിറ്റി ഉറപ്പുവരുത്തി വേണം നമ്മൾ വായിക്കാൻ. അത് അറിവുകളോട് ശ്രദ്ധിച്ച് ഉറപ്പുവരുത്തി അള്ളാഹുവിന്റെ റസൂലിന്റെ ചരിത്രം നമ്മൾ വായിക്കണം. നാലാമത്തെ കാര്യം മഅരിഫത്തു മഹാസിനി ദീനുൽ ഇസ്ലാമി. ദീനുൽ ഇസ്ലാമിന്റെ നന്മകൾ, ദീനുൽ ഇസ്ലാമിന്റെ മനോഹാരിത, അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിയണം. സഹോദരങ്ങളെ, നമ്മുടെ ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു പൂർത്തീകരിച്ചു തന്ന ദീനാണ്. അള്ളാഹു നമുക്ക് തെരഞ്ഞെടുത്തു തന്ന ദീനാണ്. അള്ളാഹു ഇറക്കി തന്ന ദീനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ദീൻ മാത്രം സ്വീകരിക്കുകയുള്ളൂ. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിന്റെ ദീൻ അത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമാണ്. അത് സമ്പൂർണ്ണമാണ്, സാർവകാലികമാണ്, സാർവജനീനമാണ്, സാർവത്രിക പ്രസക്തമാണ്. എല്ലാ കാലത്തും, എല്ലാ ജനങ്ങൾക്കും, എല്ലാ നാട്ടിലും എല്ലാവർക്കും യോജിക്കുന്ന അനുയോജ്യമായ ഏറ്റവും സംശുദ്ധമായ ദീനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീനുൽ ഇസ്ലാമിന്റെ ഓരോ മസാലയും നിങ്ങൾ പഠിച്ചു നോക്കൂ. അതിന്റെ ഭംഗിയും മനോഹാരിതയും അത് എത്രത്തോളം മാനുഷികവും അതുപോലെ തന്നെ പ്രകൃതിപരവുമാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇസ്ലാമിന്റെ ഒരു കാര്യത്തിൽ പോലും അള്ളാഹുവിന്റെ അടിമകളോട് അവൻ അനീതി പ്രവർത്തിക്കുന്നില്ല. നോക്കൂ നിങ്ങൾ, ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം, സമയമില്ല, ഒരൊറ്റ ഉദാഹരണം മാത്രം പറയാം. ഇസ്ലാമിക അധ്യാപനങ്ങളിൽ ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കപ്പെടുന്ന, ഇസ്ലാമിന്റെ ശത്രുക്കൾ കളിയാക്കുന്ന, അപഹസിക്കുന്ന കാര്യമാണ് ഇസ്ലാമിലെ ബഹുഭാരിത്വം. നമുക്കറിയാലോ, ഇസ്ലാമിലെ ബഹുഭാരിത്വം ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കപ്പെടുന്ന ഒരു മസലയാണ്. ആ ബഹുഭാരിത്വം, ബുദ്ധി ആരുടെയും തലക്ക് കീഴിൽ പണയം വെക്കാത്ത, നേരായ വൃത്തിയുള്ള കറയുള്ള നജസ് പുരളാത്ത ബുദ്ധിയുള്ള ഒരുത്തൻ, മാലിന്യം പുരളാത്ത കൽബുള്ള ഒരുത്തൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അതിന്റെ നന്മ എത്രത്തോളം നമുക്ക് പാടി പറയാനുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊക്കെ പുരുഷന്മാരല്ലേ? പുരുഷന്മാർക്ക് മനസ്സിലാകും, വിവാഹം കഴിഞ്ഞവർക്കും വിവാഹപ്രായമെത്തിയവർക്കും മനസ്സിലാകും. ഒരു പുരുഷന് അവന്റെ ലൈംഗിക വിശുദ്ധിയുടെ കാര്യം അവനെ ആരും പറഞ്ഞു ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല ഒരിക്കലും. ഇന്ന് നോക്കൂ നിങ്ങൾ, ഈ ഏകപത്നി വ്രതം കൊണ്ടു നടക്കുന്ന ആളുകൾ, ഒരു ഭാര്യ മാത്രം മതി, അതാണ് ശരിയായ കാഴ്ചപ്പാട്, അതാണ് ബുദ്ധിയും മുക്തിയും എന്ന് പറയുന്ന ആളുകൾ, ഈ പറയുന്നവരൊക്കെ വിവാഹേതര ബന്ധങ്ങളിൽ ഏർപ്പെടുന്നില്ല. ഒഫീഷ്യലായിട്ട് ഒരു ഇണയുണ്ടാകും, അൺഒഫീഷ്യലായിട്ട് ധാരാളം കാമുകിമാരുണ്ടാകും. അത് പരസ്യമായി പ്രഖ്യാപിക്കുന്നവരാണ് ഈ പറയുന്നവരൊക്കെ, യുക്തിവാദികളും. അങ്ങനെ അരാജകത്വം നയിക്കുന്ന ആളുകളാണ് അവരെല്ലാവരും. അതുപോലെ തന്നെ മുസ്ലിം ഉമ്മത്തിലെ ആളുകൾ തന്നെ ഇതിനെ വിമർശിക്കുന്ന ആളുകൾ, അവരുടെ മനസ്സിനോട് ചോദിച്ചാൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇണ, ഒരു സ്ത്രീ എന്നുള്ളത് സമ്പൂർണ്ണയായിരിക്കുകയില്ല. 4 വരെ അവന് വിശാലത നൽകിയത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ കാരുണ്യമാണ്. ഇതേത് പുരുഷന്റെയും ശരിയായ ബുദ്ധി അവനോട് സംഭരിക്കുന്നതാണ്. തന്റെ ഭാര്യയെ തന്റെ ആവശ്യത്തിന് സമീപിക്കാൻ പറ്റാത്ത അവസരങ്ങൾ ഉണ്ടാകും, അവൾക്ക് ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകും. ഒരു പുരുഷന് അത് ഹലാലായ മാർഗത്തിൽ നിറവേറ്റണമെങ്കിൽ അവന് വിഭജിക്കാൻ പോകാൻ പറ്റുമോ? അവന് വിവാഹേതര ബന്ധങ്ങളിൽ ഏർപ്പെടാൻ പറ്റുമോ? ഒരു പുരുഷൻ അവന്റെ പുരുഷത്വത്തിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ, പുരുഷ, നിന്നോട് അള്ളാഹു ചെയ്ത ആണത്തത്തിനോട് അള്ളാഹു ചെയ്ത വിശാലതയാണത് ബഹുഭാരിത്വം എന്നുള്ളത്. 4 തരം നിനക്ക് അവസരം നൽകിയത്. ഇനി സ്ത്രീയുടെ പക്ഷത്തിൽ നിന്ന് ചിന്തിച്ചാലോ, ഏത് പ്രത്യയശാസ്ത്രത്തിലാണ്, ഏത് ആധുനികവാദത്തിലാണ് വിധവകളായ, ഭർത്താവ് ഉപേക്ഷിച്ച, ഭർത്താവ് മരണപ്പെട്ട, ഭർത്താവ് ഇല്ലാത്ത സ്ത്രീകളെ സംരക്ഷിക്കാൻ ബഹുഭാരിത്വത്തെക്കാൾ മനോഹരമായ ഒരു തത്വമുള്ളത്? എവിടെയുള്ളത്? എന്താണ് അതിന് പരിഹാരം? അതിന് പരിഹാരം വേണ്ടേ? ഭർത്താവ് മരിച്ചു പോകുന്ന, പെട്ടെന്ന് മരണം സംഭവിക്കുന്ന, ഭർത്താവിന്റെ മരണം സംഭവിക്കുന്ന ഭാര്യമാർ, അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ച സ്ത്രീകൾ, പല കാരണങ്ങൾ കൊണ്ട് ഇവരെ എങ്ങനെ സംരക്ഷിക്കും ഇസ്ലാം?
ബഹുഭാരിത്വത്തിലൂടെ സംരക്ഷിക്കും. മറ്റു മതങ്ങളിലും മറ്റു പ്രത്യയശാസ്ത്രങ്ങളും എന്താണ് അതിന് ഉത്തരം? ധാർമ്മികമായ സാൻമാർഗികമായ ഒരു പരിഹാരം ബഹുഭാരിത്വമല്ല മറ്റൊന്നുമില്ല. നമ്മുടെ ആളുകൾ അത് മനസ്സിലാക്കാത്തവർക്കാണ് പ്രശ്നം. അതുകൊണ്ട് സഹോദരങ്ങൾ, ഇസ്ലാമിൽ ഏറെ വിമർശിക്കപ്പെടുന്ന ബഹുഭാരിത്വത്തിൽ തന്നെ സ്ത്രീപക്ഷത്തു നിന്ന് ചിന്തിച്ചാലും പുരുഷപക്ഷത്തു നിന്ന് ചിന്തിച്ചാലും ഇത്രയേറെ യുക്തിയും അതുപോലെ തന്നെ മനോഹാരിതയും അതിലുണ്ടെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഇങ്ങനെ ഇസ്ലാമിന്റെ ഓരോ മസലകളിലുമുള്ള നന്മകൾ നമ്മളത് അയവർക്കുക, ഇസ്ലാമിന്റെ മനോഹാരിത നമ്മളത് ആവർത്തിച്ച് വായിച്ചുകൊണ്ടേയിരിക്കുക. ഇത് നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കാനുള്ള കാരണങ്ങളിൽപ്പെട്ടതാണ്. നാലാമത്തെ കാര്യം ഖിറാഅത്തു സയ്യിദി സലഫി സാലിഹ്. നേരത്തെ പറഞ്ഞ പോലെ റസൂലുള്ളാഹിന്റെ ചരിത്രം വായിക്കുന്നതോടൊപ്പം സ്വഹാബികളുടെ, സലഫു സാലിഹ്കളുടെ, താബിഈങ്ങളുടെ മനോഹരമായിട്ടുള്ള ചരിത്രങ്ങൾ നമ്മൾ വായിച്ചുകൊണ്ടേയിരിക്കുക. സമയമുണ്ടെങ്കിൽ ഒന്ന് രണ്ട് ചരിത്രങ്ങളൊക്കെ നമുക്ക് പറയാമെന്ന് വിചാരിച്ചാൽ ഇൻഷാ അല്ലാഹ് പിന്നീട് ഒരിക്കൽ നമുക്ക് അതിന് അവസരമുണ്ടെങ്കിൽ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അഞ്ചാമത്തെ കാര്യം അത്തഅമ്മുലു ഫി ആയാത്തില്ലാഹി കൗനിയ. നമ്മൾ ആദ്യം പറഞ്ഞു ഖുർആനിലെ ആയത്തുകൾ, അതിന്റെ ആശയം നമ്മൾ മനസ്സിലാക്കി അത് ആലോചിച്ച് നമ്മൾ പാരായണം ചെയ്യണം. രണ്ടാമത്തെ കാര്യം പ്രകൃതിയിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ആയത്തുകളുണ്ട്, അവന്റെ ദൃഷ്ടാന്തങ്ങൾ, പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, രാത്രി, പകല്, അതുപോലെ തന്നെ കാലങ്ങൾ മാറി മറിയുന്നത്, കടല്. സുബ്ഹാനല്ലാഹ്, നമ്മൾ കടലിന്റെ അടുത്ത് ജീവിക്കുന്ന ആളുകളാണ്. സഹോദരങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക, ആ കടൽ തീരത്ത് ഓരോ തവണ നമ്മൾ പോയിരിക്കുമ്പോഴും എപ്പോഴെങ്കിലും നമുക്ക് മടുപ്പ് തോന്നിയിട്ടുണ്ടോ? ആ വറ്റാത്ത പാലാവാരം പോലെ കിടക്കുന്ന ആ സമുദ്രമാകുന്ന അള്ളാഹുവിന്റെ മഹത്തായ ദൃഷ്ടാന്തമാകുന്ന ആ പ്രതിഭാസം അതെത്ര നമ്മൾ കാണുന്നോ, എന്നിട്ട് ആകാശത്തേക്കൊന്ന് നോക്കിയാൽ സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് അവന്റെ പ്രകൃതിയിലെ ആയത്തുകൾ അത് നമുക്ക് അവനെ ഓർമ്മിപ്പിച്ചു തരും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈമാൻ വർദ്ധിക്കാൻ അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ ടൂറുകൾ, നമ്മുടെ ട്രിപ്പുകൾ, പലരും ഇസ്ലാമികമായ ടൂർ എന്നൊക്കെ പറഞ്ഞിട്ട് തൗഹീദുള്ള ആളുകൾ ഈ പറഞ്ഞ മൂന്നാറിലേക്കും വയനാട്ടിലേക്കും ഒക്കെ യാത്ര പോകും. എന്നിട്ട് പറയും അവിടെ മല കാണാനാണ്, അവിടുത്തെ തണുപ്പ് ആസ്വദിക്കാനാണ്. ഈ പ്രാപഞ്ചികമായ ആയത്തുകൾ അത് അങ്ങനെ തന്നെയാണ് നമ്മൾ വിലയിരുത്താൻ. അത് കേവലം ഒരു ടൂറിനപ്പുറത്ത് ഈ ഒരു ചിന്ത, അള്ളാഹുവിന്റെ പ്രാപഞ്ചികമായ ആയത്തുകൾ കണ്ട് റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തില, അള്ളാഹു നീ ഇതൊന്നും വൃഥാ സൃഷ്ടിച്ചതല്ലല്ലോ റബ്ബേ, നീ എത്ര പരിശുദ്ധനാണ്, നീ ഞങ്ങളെ നരകശിക്ഷയിൽ നിന്ന് കാക്കണേ എന്ന് ആത്മാർത്ഥമായി പറയാൻ പ്രേരിപ്പിക്കുന്ന യാത്രകളായിരിക്കണം ഇത്തരത്തിലുള്ള ടൂറുകളിൽ നമ്മൾ സംഘടിപ്പിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ അല്ലാഹു പറഞ്ഞത് വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ, നിങ്ങളുടെ ശരീരത്തിൽ തന്നെ എത്രയെത്രയോ ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു സന്നിവേശിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ കാണുന്നില്ലേ? നമ്മുടെ കാത്, നമ്മുടെ കണ്ണ്, ഏതെങ്കിലും ഒരു അവയവം അത് അതിന്റെ അസ്ഥാനത്തായിരുന്നു വേണ്ടിയിരുന്നത് എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട് എന്നെങ്കിലും ഒരിക്കൽ? ഈ ചെവി ഇതിവിടെ ഉണ്ടാകുന്നതിന് പകരം ഇല്ലാതിരിക്കലായിരുന്നു വേണ്ടിയിരുന്നത് എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടോ? എന്തെങ്കിലും അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ അവൻ നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു ന്യൂനത ഒരിക്കലെങ്കിലും നമുക്ക് തോന്നിയിട്ടുണ്ടോ? സഹോദരങ്ങളെ, ഈ കൺപീലി ഉണ്ടല്ലോ, കണ്ണിന്റെ പൂണയിലെ പീലി, ഇത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള പ്രയാസം എത്രയാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ തന്നെ എത്രയോ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു നമുക്ക് സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ അള്ളാഹുവിന്റെ പ്രത്യക്ഷമായ ആയത്തുകളായി മനസ്സിലാക്കി അവന്റെ പ്രകൃതിയിലേക്ക് കണ്ണോടിച്ച് അവന്റെ ഈമാൻ വർദ്ധിപ്പിക്കാനുള്ള കാരണങ്ങളാക്കി നമ്മൾ പരിവർത്തിപ്പിക്കണം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവസാനത്തേതായി അള്ളാഹുവിലുള്ള ഈമാൻ, അതുപോലെ തന്നെ നമ്മുടെ ദീനിലുള്ള ഈമാൻ, നമ്മുടെ വിശ്വാസം അത് വർദ്ധിപ്പിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അള്ളാഹുവിനെ വഴിപ്പെട്ട് അവന്റെ കൽപ്പനകൾ ശിരസാവഹിച്ച് ജീവിക്കുക എന്നത്. നമ്മൾ ഈമാനിന്റെ നിർവചനമായി പറഞ്ഞ അഹ്ലുസുന്ന വൽ ജമാഅ ഈമാനെ നിർവചിച്ചിട്ടുള്ളത് തന്നെ എങ്ങനെയാണ്? ഈമാൻ കൂടും എങ്ങനെ? യസീദു ബിത്താഅ, അള്ളാഹുവിനെ അനുസരിക്കുന്നതിലൂടെ, അവനെ വഴിപ്പെട്ട് ജീവിക്കുന്നതിലൂടെ ഈമാൻ കൂടും, അവനെ ധിക്കരിക്കുന്നതിലൂടെ ഈമാൻ കുറയും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈമാൻ വർദ്ധിപ്പിക്കാൻ ധാരാളം, നേരത്തെ പറഞ്ഞ പോലെ ഒരു നന്മയെയും നിസാരമാക്കാതെ അമലുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഫിത്നയുടെ കാലഘട്ടത്തിൽ പരീക്ഷണങ്ങളിൽ പെടാതെ നിമിഷാർദ്ധം കൊണ്ട് രാവിലെ മുഅ്മിനായവൻ വൈകുന്നേരം കാഫിറായി പോകും, വൈകുന്നേരം മുഅ്മിനാകുന്നവൻ രാവിലെ പിറ്റേന്ന് നേരം വെളുക്കുമ്പോഴത്തേക്ക് കാഫിറായി പോകുന്നു. യബീഉ ദീനഹു ബിഅറദിൻ മിനദ് ദുനിയ, ദുനിയാവിന്റെ താൽപര്യ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ദീനിനെ വിറ്റുകളയുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രാത്രിയുടെ കൂരിരുട്ടിന് സമാനമായ ഫിത്നകൾ പിടികൂടുന്ന സാഹചര്യത്തിൽ പരിഹാരമായ റസൂലുള്ളാഹി പറഞ്ഞത് ബാദിറു ബിൽ അമാൽ, നിങ്ങൾ അമലുകളിലൂടെ ഇഖ്ലാസും ഇത്തിബാഉം മുറുകെ പിടിച്ച് ശിർക്കിന്റെ ലാഞ്ചന പോലും അടുപ്പിക്കാതെ
അള്ളാഹുവിന്റെ റസൂലിനെ സമ്പൂർണ്ണമായി പിൻപറ്റിക്കൊണ്ട് ബിദ്അത്ത് ചെയ്യാതെ ശിർക്കിന്റെ കരബാധിക്കാതെ സ്വാലിഹാത്തുകളിലൂടെ മുന്നേറുക എന്നുള്ളതാണ് നമുക്ക് ഈമാൻ വർദ്ധിപ്പിക്കാൻ, ഫിത്നകളിൽ നിന്ന് സംരക്ഷണമേകാനുള്ള പ്രധാനപ്പെട്ട പരിഹാരമെന്ന് നമ്മൾ അവസാനമായി മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് ഇനിയൊരിക്കൽ സമയം അനുവദിക്കുകയാണെങ്കിൽ ഇതിന്റെ തുടർച്ച ബാക്കി നമുക്ക് വായിക്കാവുന്നതാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കേട്ടത് അത് ഹൃദയം കൊണ്ട് ചിന്തിക്കാനും മനസ്സിലാക്കാനും നാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മയായി രേഖപ്പെടുത്തുന്ന അമലുകളിൽ എത്തിച്ചേരാനും നമുക്ക് മഹത്തായ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها مولاها يا رب العالمين. اللهم أعنا على ذكرك وشكرك وحسن عبادتك يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. والحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.